ഇലക്ഷൻ സ്പെഷ്യൽ ബിഗ് ഡിബേറ്റ് വയനാട് കൽപ്പറ്റയിൽ നിന്നും റിപ്പോർട്ടർ കുരുക്ഷേത്രം തത്സമയം ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വയനാട് രാഹുൽ ഗാന്ധിയുടെ മണ്ഡലം. ആനി രാജ എതിർ സ്ഥാനാർത്ഥി. BJP സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോൾ 3 സ്ഥാനാർത്ഥികളും കൂടി കളത്തിലിറങ്ങുമ്പോൾ മത്സരം ശക്തമാകുമോ എന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. വയനാടിന്റെ രാഷ്ട്രീയ മനസ്സിൽ എന്താണ്? ഏറ്റവും ഒടുവിൽ പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണം ചർച്ചയാകുമോ? വന്യജീവി സംഘർഷ മേഖല വയനാട്, അതും രാഷ്ട്രീയ വിഷയമായി പരിണമിക്കുമോ? ഇന്ന് കേരളത്തിന് അനുകൂലമായി കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന സുപ്രീം കോടതിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന വിധി ഈ മണ്ഡലത്തിൽ ചർച്ചയാകുമോ? 7 മാസത്തെ പെൻഷൻ കുടിശ്ശിക എങ്ങനെയാണ് വയനാട് മണ്ഡലത്തിൽ ചർച്ചയാവുക? ദേശീയ രാഷ്ട്രീയത്തിൽ നരേന്ദ്രമോദിയെ പ്രതിരോധിക്കേണ്ട രാഹുൽ ഗാന്ധി ഇങ്ങ് വയനാട്ടിൽ CPI-ക്കെതിരെ മത്സരിക്കുന്നത് രാഷ്ട്രീയമായി എങ്ങനെ വിശദീകരിക്കും കോൺഗ്രസ്? തുടങ്ങി ഒട്ടേറെ ചോദ്യങ്ങളുമായി നമ്മൾ ആരംഭിക്കുന്നു. വയനാട് കൽപ്പറ്റയിൽ നിന്നും റിപ്പോർട്ടർ കുരുക്ഷേത്രം തത്സമയം. ചർച്ചയിൽ പങ്കെടുക്കുന്നത് CPM-ന്റെ ജില്ലാ സെക്രട്ടറി P. ഗഗാറിൻ നേരിട്ട് ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം ഷംഷാദ് മരക്കാർ, കോൺഗ്രസ് പ്രതിനിധി ശ്രീ K. സദാനന്ദൻ, BJP പ്രതിനിധിയും ചർച്ചയിൽ പങ്കെടുക്കുന്നു. ഒപ്പം വയനാട്ടിലെ കൽപ്പറ്റയിലെ വോട്ടർമാരും ഈ ചർച്ചയിൽ നമുക്കൊപ്പം ചേരും. ആദ്യം P. ഗഗാറിനിലേക്ക്. വന്യജീവി സംഘർഷം ഏറ്റവും ഒടുവിലായി ഇപ്പോൾ കക്കയത്ത് താമരശ്ശേരി ബിഷപ്പ് അടക്കമുള്ളവരുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധമാണ് നമ്മൾ കണ്ടത്. 2 മാസത്തിനിടയിൽ 8 മരണം നടന്നു, വയനാടും ഇടുക്കിയുമായി. എന്ന് പറഞ്ഞാൽ കേരളത്തിൽ വന്യജീവി സംഘർഷവും ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്നൊരു വിഷയമായിത്തീരുന്നു. അതിനിടയിലാണ് പൂക്കോട് നടക്കുന്ന സിദ്ധാർത്ഥന്റെ മരണം വരുന്നത്. അതും വയനാടും കേരളവും ചർച്ച ചെയ്യുന്ന വിഷയമായി മാറുന്നു. സാമ്പത്തിക പ്രതിസന്ധി മറ്റൊരു വശത്ത്. ഇങ്ങനെ സർക്കാരിനെതിരായിട്ടുള്ള ഘടകങ്ങൾ ഏറെയുള്ളൊരു ഘട്ടത്തിലാണോ ഈ തിരഞ്ഞെടുപ്പ് വയനാട്ടിലും നടക്കാൻ പോകുന്നത്? ഗഗാരൻ, മൈക്സ് ഓണാണ്. ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ലോകസഭയിലേക്കാണ്. ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ഒന്ന്, ഇന്ത്യയിൽ അധികാരത്തിൽ വന്ന BJP ഗവൺമെൻറ് സ്വീകരിച്ചു വന്ന ജനവിരുദ്ധമായ ഒട്ടേറെ നടപടികളുണ്ട്. ഒന്ന് വിലക്കയറ്റം. 435 രൂപയുണ്ടായിരുന്ന ഒരു കുറ്റി ഗ്യാസിൻ്റെ വില 1100 രൂപയാക്കി. അത് മനുഷ്യജീവിതത്തെ ബാധിക്കുന്നതാണ്. ഒരു വർഷം 2 കോടി ആളുകൾക്ക് തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നവർ ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ അധികാരത്തിൽ വന്ന് 9 വർഷം പിന്നിടുമ്പോൾ ഞങ്ങൾ 7 ലക്ഷം ആളുകൾക്ക് തൊഴിൽ കൊടുത്തു എന്നാണ് പറയുന്നത്. അതായത് ഒരു വർഷം 2 കോടി കൊടുക്കുമെന്ന് പറഞ്ഞവർ ഇതുവരെ കൊടുത്തത് ആകെ 7 ലക്ഷം ആളുകളെന്ന് അവർ തന്നെ പാർലമെൻറ്റിൽ കണക്ക് പറഞ്ഞു കഴിഞ്ഞു. ഇന്ത്യ രാജ്യത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം നിലനിൽക്കണമെന്നുള്ളതാണ്. അങ്ങനെ നിലനിൽക്കാൻ കഴിയണമെങ്കിൽ ഇന്ത്യയിൽ ഇന്ന് നിലനിൽക്കുന്ന ഭരണഘടന നിലനിൽക്കണം. ആ ഭരണഘടന നിലനിൽക്കുമ്പോൾ തന്നെ ഈ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി കേന്ദ്ര ഗവൺമെൻറ് പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഒരു സംസ്ഥാനത്തിൻ്റെ അധികാരത്തിൻ്റെ മേലെ കൈവച്ചുകൊണ്ട് ഒരു സംസ്ഥാനത്തിന് ഭരണഘടനാപരമായി വായ്പയെടുക്കാനുള്ള അധികാരം പോലും ഇല്ലാതാക്കുന്ന ഫെഡറൽ തത്വങ്ങളെ പൂർണ്ണമായി ലംഘിക്കുന്ന ഒരു ഗവൺമെൻറ്റായി കേന്ദ്ര ഗവൺമെൻറ് മാറുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്നത്തെ സുപ്രീം കോടതി വിധി. അതുകൊണ്ടാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെ ജനങ്ങൾക്ക് മുന്നിൽ അപഹാസ്യരാക്കാൻ കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്ന ബോധപൂർവമായ ശ്രമമാണ് കേരളത്തിൽ സൃഷ്ടിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി എന്ന കാര്യം ജനങ്ങളോട് ഇടതുപക്ഷം പറഞ്ഞത് ശരിയാണെന്ന് തെളിയിക്കുന്ന വിധിയാണ് ഇന്നത്തെ വിധി. ഇത് തീർച്ചയായിട്ടും അതാണ് ഏറ്റവും പ്രധാനം. മറ്റൊന്ന്, വയനാട്ടിൽ ചർച്ച ചെയ്യുക. കഴിഞ്ഞ തവണ ഇവിടെ മത്സരിക്കുമ്പോൾ ദേശീയ നേതാവായ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും എന്ന പ്രതീക്ഷയിൽ വയനാടുമായി ബന്ധപ്പെടുന്ന ദേശീയ ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കേണ്ട ഒട്ടേറെ പ്രശ്നപരിഹാരത്തിന് ഒരു ഇടപെടൽ നടത്താൻ ശേഷിയുള്ള MP ആകും രാഹുൽ ഗാന്ധി എന്നായിരുന്നു വയനാട്ടുകാർ പ്രതീക്ഷിച്ചത്. അതുകൊണ്ടാണ് 4,32,000 വോട്ടിൻ്റെ ഭൂരിപക്ഷവും നൽകിയത്. പക്ഷേ പിന്നോട്ട് തിരിഞ്ഞു നോക്കിയാൽ കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിലെ ഒരു കൗൺസിലർ നടത്തുന്ന ഇടപെടൽ പോലും നടത്താനുള്ള ശേഷിയില്ലാത്ത ഒരു ജനപ്രതിനിധിയായിരുന്നു രാഹുൽ ഗാന്ധി എന്ന കാര്യം. പക്ഷേ ദേശീയ ഉത്തരവാദിത്തം അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടുത്തെ കാര്യം പറയാ. ഇവിടുത്തെ ദേശീയ ഗവൺമെന്റിൽ ഇടപെട്ട് MP എന്ന നിലക്ക് ചെയ്യേണ്ടിയിരുന്ന വയനാട്ടിലെ വന്യജീവി നിയമവുമായി ബന്ധപ്പെട്ട് വന്യജീവി പ്രശ്നത്തിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ കുരുക്കെന്നത് കേന്ദ്ര വന്യജീവി നിയമമാണ്. അതിൽ ഭേദഗതി വരുത്താനുള്ള ഒരു ഇടപെടലും
MP എന്ന നിലയ്ക്ക് രാഹുൽ ഗാന്ധി നടത്തിയില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനമായി വളരെ പ്രധാനപ്പെട്ട രണ്ട് നിരീക്ഷണങ്ങൾ. ആദ്യഘട്ടത്തിൽ CPM മുന്നോട്ട് വയ്ക്കുന്ന രണ്ട് രാഷ്ട്രീയമായിട്ടുള്ള പ്രചരണം ഇതാണ്. രണ്ട് വയനാട് അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഗതാഗത കുരുക്ക്. അതിലേക്ക് വരാം. MP-യുടെ പെർഫോമൻസും ഒപ്പം ദേശീയ രാഷ്ട്രീയത്തിൽ CPM-ന്റെ ഈ തെരഞ്ഞെടുപ്പിലെ പ്രസക്തിയുമാണ് താങ്കൾ ചൂണ്ടിക്കാണിച്ചത്. ഷംസാദ് മരക്കാർ, വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം. നമുക്ക് ആദ്യം സിറ്റിംഗ് MP-യിൽ നിന്ന് തുടങ്ങിയാൽ, ഈ വയനാട് ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസി അഭിമുഖീകരിക്കുന്ന വനം വന്യജീവി മനുഷ്യ സംഘർഷത്തിന്റെ ഏത് വിഷയത്തിലാണ് നമ്മളുടെ സിറ്റിംഗ് MP ഇടപെട്ടിരിക്കുന്നത്? ഇപ്പോൾ CBIക്ക് ഈ പൂക്കോട് മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം വേണമെന്ന് കത്ത് കൊടുത്തല്ലോ. കേന്ദ്രത്തിൽ 1972 വനം വന്യജീവി നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഭേദഗതിക്ക് നമ്മുടെ സിറ്റിംഗ് MP എന്തു ചെയ്തു? ഒരു കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലർ ചെയ്യുന്നത് പോലും ഒരു MP ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ അത് MP-ക്കെതിരായിട്ടുള്ള ഒരു വിധിയെഴുത്തായി മാറില്ലേ? കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിൽ ഒരു കൗൺസിലർ ചെയ്യുന്ന അത്രയും പ്രവർത്തനം MP നടത്തിയില്ല എന്നുള്ളത് വെറും രാഷ്ട്രീയമായി പറയുന്ന ഒരു വാക്കാണ്. അത് അങ്ങനെ മാത്രം കണ്ടാൽ മതി. കാരണം MP-യുടെ ഫണ്ട് മാത്രം തന്നെ 17 കോടി രൂപയാണ് MP ഫണ്ട് ഉണ്ടാവുക, എല്ലാ MP-മാർക്കും കേരളത്തിലുള്ളത്. പക്ഷേ ഈ വയനാട് ജില്ലയിൽ MP ഫണ്ട് 27 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട്. ആ 27 കോടിയിൽ 10 കോടി എന്ന് പറയുന്നത് മറ്റ് രാജ്യസഭാ MP-മാരുടെ കൂടെ ജബി മേത്തറിനെയും മറ്റുള്ള MP-മാർ. അപ്പോൾ അതിൽ കേവലം ഒരു രാഷ്ട്രീയ പ്രസംഗം മാത്രമേ ഉള്ളൂ MP-യുടെ ഫണ്ട് ഉപയോഗവുമായി ബന്ധപ്പെട്ട്. വനം വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ടാണ് MP എന്ത് ചെയ്തു? ഈ ഇന്ത്യൻ പാർലമെന്റിന്റെ അകത്ത് ഇതിനകത്തൊരു ചർച്ച നടക്കുന്നത് ഷെഡ്യൂൾഡുകൾ മാറ്റുന്നവൻ, ഷെഡ്യൂൾഡ് 5 നിന്ന് 1ഉം 2ഉം ആക്കി നമ്മൾ ചുരുക്കിയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് ഇന്ത്യൻ പാർലമെന്റിൽ MP ഇല്ല. എനിക്ക് തോന്നുന്നത് MP അന്ന് അയോഗ്യനാക്കപ്പെട്ട സമയത്താണ് ഈ ചർച്ച ഓൺഗോയിങ് ആയി നടക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഭൂപേന്ദ്ര യാദവിന് രാഹുൽ ഗാന്ധി എത്ര കത്തുകൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഞാൻ പറയാം. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്ര കത്ത് കൊടുത്തിട്ടുണ്ടെന്നുള്ള അറിയാം. ഇനി MP ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ നാട്ടിൽ വന്യമൃഗശല്യം ഉണ്ടായി, ആളുകൾ മരണപ്പെട്ടു, യാഥാർത്ഥ്യമാണല്ലോ. ഉത്തരേന്ത്യയിലെ ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ നിന്നും രാഹുൽ ഗാന്ധി വന്ന് ഈ വീട്ടിലെത്തി ആശ്വസിപ്പിച്ചിട്ടാണ് കോഴിക്കോട് നിന്ന് AK ശശീന്ദ്രൻ എന്ന് പറയുന്ന വനം വകുപ്പ് മന്ത്രി ഈ ആളുകളെ കാണാനെങ്കിലും എത്തിയത്. MP-യേക്കാൾ വലിയ ദൂരത്തിലല്ലല്ലോ AK ശശീന്ദ്രൻ. പോളിന്റെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിക്കകത്തുണ്ടായിരുന്നു. അന്ന് ബീക്കൺ ലൈറ്റ് ഇട്ട് കോഴിക്കോട് അങ്ങാടിയിലൂടെ ശശീന്ദ്രൻ പോയല്ലോ. AK ശശീന്ദ്രൻ വനം വകുപ്പ് മന്ത്രി ഒന്ന് കയറി ഒരു അന്തിമോപചാരം അർപ്പിക്കേണ്ട മര്യാദയുണ്ടോ? ഇല്ലല്ലോ. MP അല്ലേ ഇവിടെ ആദ്യം വന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഒരു ജനപ്രതിയുടെ കടമയാണ്. പക്ഷെ ഒരു സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായില്ല. 2, നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട് കൊടുക്കേണ്ടതാരാ? സംസ്ഥാന സർക്കാർ 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം. അരുൺ അടക്കം വാർത്ത ചെയ്താണ് പ്രജീഷ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ കടുവയുടെ ആക്രമണത്തിൽ മരണപ്പെട്ടത്. എപ്പോഴാണ് ബാക്കി 5 ലക്ഷം രൂപ കൊടുത്തത്? കഴിഞ്ഞ ദിവസം. ഈ തുക താമസിപ്പിച്ചതാരാ? സംസ്ഥാന സർക്കാർ. MP ആണോ ചെയ്യേണ്ടത്? സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനി കേന്ദ്രവും കേരളവും തമ്മിൽ ഒരുമിച്ച് പോകേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ ഒരുമിച്ച് പോകണം. MP ഇവിടെ വരുന്നു, കർണാടകയിലെ ആളുകളുമായി ബന്ധപ്പെടുന്നു. കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും മന്ത്രിതലത്തിലും വകുപ്പ് തലത്തിലുമുള്ള ഏകോപനം സാധ്യമാക്കാൻ വേണ്ടി കത്ത് കൊടുക്കുന്നു. കർണാടക തയ്യാറാവുന്നു, തമിഴ്നാട് തയ്യാറാവുന്നു. ഈ മാർച്ച് മാസത്തിൽ വനം വകുപ്പ് മന്ത്രിമാർ എനിക്ക് തോന്നുന്നു നീലഗിരിയിൽ വെച്ച് ഒരു മീറ്റിംഗിലേക്ക് പോകുന്നു. അത് ചെയ്യും. പിന്നെ ഈ രീതിയിൽ ഒരു MP ഇടപെടേണ്ട. പക്ഷെ അവിടെ ഒരു സംശയമുണ്ട്. കത്ത് കൊടുക്കാൻ വേണ്ടി എന്തിനാണ് സാർ നമുക്കൊരു MP? കത്ത് കൊടുക്കാൻ സജീവമായി നിന്ന് ഇടപെടുന്ന ഒരു MP അല്ലേ വയനാട് ആഗ്രഹിക്കുന്നത്? തീർച്ചയായും. ഈ കൊല്ലപ്പെടുന്ന മനുഷ്യരുടെ മുന്നിലേക്ക് കത്ത് കൊടുക്കാൻ MP വരും അങ്ങനെ അരുൺ അതിനെ ആ രീതിയിലേക്കല്ല ഞാൻ പറഞ്ഞത്. രാഹുൽ ഗാന്ധി ആരാണ് എന്നും രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനം എന്താണ് എന്നും രാഹുൽ ഗാന്ധി ഇവിടെ ഉണ്ടോ എന്നുള്ളതും ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൃത്യമായി അറിയാം. അല്ലല്ല സാർ, ഒരു സംശയം. നമ്മൾ ഇന്ത്യയിൽ മറ്റേതെങ്കിലും ഒരു MP സ്വന്തം മണ്ഡലത്തിൽ പോകുന്നത് ഇത്രയധികം വാർത്തയാക്കിയിട്ടുണ്ടോ? കേരളത്തിൽ ഈ വയനാട് മണ്ഡലത്തിൽ എത്ര തവണ നമ്മുടെ MP എത്തിയിട്ടുണ്ട്? വളരെ പ്രസക്തമായ ചോദ്യമാണ്. MP വയനാട്ടിൽ വരുന്നത് വാർത്തയാവുന്നത് എന്തുകൊണ്ടാണ്? നേതാവായതുകൊണ്ടാണ്. ദേശീയ നേതാവായതുകൊണ്ട് നിങ്ങളടക്കമുള്ള ചാനലുകൾ വാർത്ത ചെയ്യും. ഞങ്ങൾ ആരും നാളെ MP വരുന്നുണ്ട് നിങ്ങൾ വാർത്ത ചെയ്യുമെന്ന് പറയുന്നില്ലല്ലോ. അവിടെ വരുന്നു, അദ്ദേഹം വീടുകൾ സന്ദർശിക്കുന്നു, എല്ലാ ചാനലുകളും വരുന്നു, ദേശീയ ചാനലുകൾ വരുന്നു. അത് സ്വാഭാവികമായ ഒരു വാർത്തയാവുന്നുണ്ട്. അതായത് വയനാട് MP സ്ഥിരമായി മണ്ഡലത്തിൽ ഇല്ലാത്തത് MP-ക്കെതിരെയുള്ള ഒരു വിധിയെഴുത്താവില്ല. MP വയനാട്ടിൽ മത്സരിക്കുമ്പോഴും ഈ നാട്ടിലെ ആളുകൾക്ക് ഒരു ബോധ്യമുണ്ട്. എന്താണ് ആ ബോധ്യം? രാഹുൽ ഗാന്ധി ദേശീയ നേതാവാണ്. ഈ നാട്ടിൽ BJP-ക്കെതിരെയും RSS-നെതിരെയും പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും മികച്ച നേതാവ് എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തനം അതുകൊണ്ട് വയനാട്ടിലെ ജനങ്ങൾക്ക് എന്ത് ഗുണം? പറയട്ടെ സാർ. വയനാട്ടിലേക്ക് ഒരു MP എന്നുള്ള രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞു, MP ചെയ്യേണ്ട കാര്യങ്ങളിൽ ഏതാണ് MP ചെയ്യാത്തത്? ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു 17 കോടി രൂപയാണ് ഒരു MP ഫണ്ട്. കേരളത്തിലെ 27 കോടി ഏറ്റവും കൂടുതൽ ചെലവഴിച്ചത് വയനാട് MP ആണ്. അതിൽ തർക്കമില്ല. ഇവിടെ കോവിഡ് കാലം വന്നു. കോവിഡ് കാലം വന്നപ്പോൾ ജില്ലാ ആശുപത്രിയിൽ ഓക്സിജൻ പ്ലാന്റ് സ്ഥാപിച്ചാരാ? MP ആണ്. ഞാൻ ചെറിയ കാര്യം പറയുന്നുള്ളൂ. വയനാട് ജില്ലയിൽ അരുൺ മെഡിക്കൽ കോളേജിനെ കുറിച്ച് നല്ല ധാരണയുണ്ടല്ലോ. വയനാട് മെഡിക്കൽ കോളേജ് ആദ്യത്തെ ICU ആംബുലൻസ് കൊടുത്തതാരാ? രാഹുൽ ഗാന്ധിയാണ്. അപ്പോൾ ഈ നാട്ടിൽ ഏറ്റവും സാധാരണക്കാർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, കുടിവെള്ളമാവട്ടെ, സ്കൂളിലെ കാര്യങ്ങളാവട്ടെ, അടിസ്ഥാന സൗകര്യമാവട്ടെ, ആരോഗ്യ മേഖലയിലുള്ള കാര്യങ്ങളാവട്ടെ MP ചെയ്യുന്നുണ്ട്. അതിനൊപ്പം കേന്ദ്രത്തിലും കേരളത്തിലും ചെയ്യേണ്ട കാര്യം. ഇപ്പം നെഞ്ചങ്കോട് റെയിൽവേയുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ പാർലമെന്റിനകത്ത് സംസാരിച്ച ആളാരാ?
രാഹുൽ ഗാന്ധിയാണ്. ഈ ജില്ലയ്ക്ക് വേണ്ടിയും ഈ ലോക്സഭയ്ക്ക് വേണ്ടിയും തന്നെയല്ലേ സംസാരിക്കുക. ശരി, ഷംഷാദിന്റെ മറുപടി, ഗഗാറിന് ചോദ്യങ്ങൾക്കുള്ള മറുപടി പറഞ്ഞു. ഗഗാറിന് അതിന് മറുപടി നൽകാം. അതിനു മുമ്പ് കെ സദാനന്ദനെ കൂടി. നേരത്തെ ഗഗാരൻ സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ശ്രീ സദാനന്ദൻ. ഇവിടെ BJPയുടെ നേതൃത്വത്തിൽ കേരള സംസ്ഥാനത്തെ അടക്കമുള്ള സംസ്ഥാനങ്ങളെ വരിഞ്ഞു മുറുക്കാൻ കേന്ദ്രം ശ്രമിക്കുന്നുവെന്ന കേരളത്തിന്റെ ആവശ്യം ഇന്ന് സുപ്രീം കോടതി കേട്ടു. അതിന്റെ ഭാഗമായിട്ടാണ് കേന്ദ്രത്തിന് തിരിച്ചടി ഉണ്ടായത്. ഹർജി കൊണ്ടുപോകാൻ കേന്ദ്രം പറഞ്ഞപ്പോൾ ഹർജി നിലനിൽക്കുമെന്നാണ് ഇന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. ഇത് കേന്ദ്ര സർക്കാരിന്റെ മുഖത്തേറ്റ പ്രഹരമാണ്. ഇവിടെ വയനാട് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് അമേഠിയിലും മത്സരിക്കുന്നുണ്ടെന്നാണ് ഞാൻ അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധി മുന്നോട്ട് വയ്ക്കുന്ന ഇന്ത്യക്ക് വേണ്ടി വോട്ട് എന്നത് ഫലം കണ്ടാൽ 4 ലക്ഷം കടക്കും ഭൂരിപക്ഷം. തികച്ചും അടിസ്ഥാനരഹിതമായിട്ടുള്ളൊരു ആരോപണമാണ് എൻ്റെ സുഹൃത്ത് ഇവിടെ വെച്ചിട്ടുള്ളത്. കേന്ദ്ര ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു സംസ്ഥാന സർക്കാരിനെയും ഫെഡറൽ സംവിധാനം നിലനിൽക്കത്തോളം കാലം ഒരു സംസ്ഥാന സർക്കാരിനെയും അതിനെ അവഹേളിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് ചെറുതായി കാണുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ പക്ഷം. കാരണം ഇവിടെ വന്നിട്ടുള്ള തുകയുടെ കണക്കുകൾ ഞാനത് വിശദീകരിച്ച് പറയണമെന്ന് ആഗ്രഹിക്കുന്നില്ല. തുകയുടെ കണക്കൊക്കെ നോക്കിയാൽ തെറ്റായ ചില ദുഷ്പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മേൽ പഴിചാരിക്കൊണ്ട് തടി തപ്പാനുള്ളൊരു ശ്രമമാണ് ഇടതുപക്ഷ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് വിജയിക്കാൻ പോകുന്നില്ല എന്ന് കാരണം നമ്മൾ സാക്ഷര കേരളമാണ്, വിദ്യാഭ്യാസമുള്ളവരാണ്. എന്ത് നുണപ്രചരണം നടത്തിയാലും ഒരു പരിധി വരെ അത് യേശുള്ളൂ എന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാം. സ്വാഭാവികമായിട്ടും ഇവിടെ വരാൻ പോകുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. അപ്പം അദ്ദേഹം പറഞ്ഞതുപോലെ ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത് ദേശീയ രാഷ്ട്രീയം തന്നെ ആവാം. പക്ഷേ ദേശീയ രാഷ്ട്രീയത്തിൽ നിങ്ങൾക്ക് ചർച്ച ചെയ്യാനൊന്നും ഇതുപോലെയുള്ള തൊടുക്ക് നയങ്ങൾ പറയാന്നല്ലാതെ കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ട് ഒരു ഭരണവിരുദ്ധ ആന്റി ഇൻകംബൻസി നിലനിൽക്കുന്നില്ല. ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗവൺമെന്റാണ് കേന്ദ്രത്തിലുള്ളത്. മറിച്ച് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പം പ്രത്യേകിച്ചും വയനാട്ടിൽ നിന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കൂടി ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും. അത് പ്രാദേശിക രാഷ്ട്രീയമായാലും സംസ്ഥാന രാഷ്ട്രീയമായാലും. പ്രാദേശിക രാഷ്ട്രീയം എന്ന നിലയ്ക്ക് ഒരു ജില്ലയുടെ പ്രശ്നം എന്ന നിലയ്ക്ക് ഇവിടെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചിട്ടതുപോലെ ഇവിടെ മനുഷ്യ വന്യമൃഗ സംഘർഷം നിലനിൽക്കുന്നു എന്നതല്ല ഇപ്പോഴും അതിന്റെ വാർത്തകൾ. കേന്ദ്ര സർക്കാരല്ലേ സർ? കേന്ദ്ര ഗവൺമെന്റ് ഭേദഗതി ചെയ്യണമെങ്കിൽ ഭേദഗതി ചെയ്യേണ്ടത് അതുകൊണ്ട് എന്താ പ്രശ്നമുണ്ടായി പറയേണ്ടത്? അല്ലല്ല, 1972 വനസംരക്ഷണ നിയമപ്രകാരം ചീഫ് വൈൽഡ് ലൈഫ് വാർഡനാണ് വെടിവെക്കാനുള്ള അനുമതി കൊടുക്കേണ്ടത്. കഴിഞ്ഞ ദിവസം കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പ് കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവ് ഈ കേരളത്തിൽ വന്നു, വയനാട്ടിൽ വന്നു, വിക്ടിംസിന്റെ വീടുകളിൽ പോയി അവരെ കണ്ടു. അന്ന് മാത്രമല്ല അദ്ദേഹം ചെയ്തത് ഇവിടെയുള്ള 2 സംസ്ഥാനങ്ങളുടെയും ഉദ്യോഗസ്ഥന്മാരുടെ ഒരു സംയുക്ത യോഗം ആ വിധത്തിൽ ഇവിടെ വിളിച്ചു ചേർത്തി. എന്നിട്ട് അദ്ദേഹം പത്രക്കാരോട് എന്താ പറഞ്ഞത്? കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നതാണ് 10 ലക്ഷം രൂപ കോമ്പൻസേഷൻ ആണല്ലോ. ഇവിടുത്തെ സംസ്ഥാന സർക്കാരിന്റെ വിഹിതം എന്താ അതിൽ പറഞ്ഞിട്ടുണ്ടോ? വിഹിതമല്ല ഞാൻ ചോദിച്ചത്, വെടിവെക്കാനുള്ള ഉത്തരവ് ആർക്കാണ്? അതാണല്ലോ വയനാടുകാർ ആവശ്യപ്പെടുന്നത്. ഞാൻ ഒറ്റ കാര്യം ചോദിക്കാം. ഈ വയനാട്ടിൽ തന്നെ നമ്മുടെ മുമ്പിലുള്ള ഒരു കാര്യമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് MP ഷാനവാസ് ഇവിടെ MP ആയ ഒരു കാലത്താ വലിയ പ്രക്ഷോഭം, ഇതിലേറെ വലിയ പ്രക്ഷോഭം ഇവിടെ നൂൽപ്പുഴ പഞ്ചായത്തിൽ നടന്നു. ആ നൂൽപ്പുഴ പഞ്ചായത്തിൽ ജനങ്ങൾ പ്രക്ഷുബ്ധരായി വലിയ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അവിടെ വെടിവെക്കാൻ ഓർഡർ ഇട്ടത് ആരാന്നറിയോ നിങ്ങൾക്ക്? അസിസ്റ്റന്റ് കളക്ടർ അല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രി. കളക്ടർക്ക് വേണ്ടിയായിരിക്കും. ഞാൻ എന്റെ മുമ്പിൽ നിങ്ങൾ തന്നെ ഈ പരിസ്ഥിതിവാദവുമായിട്ട് വരും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ. ഒരു പൊതുപ്രവർത്തകർ എന്ന നിലയ്ക്ക് ഞാൻ MP യും ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതികളെന്ന് ഞാൻ ജില്ലയുടെ അധ്യക്ഷനാണ് ഒന്നിച്ചിരിക്കുമ്പോഴാണ് അദ്ദേഹം നേരിട്ട് മുഖ്യമന്ത്രിയെ ഉമ്മൻചാണ്ടിയെ വിളിക്കുന്നതും ഇവിടുത്തെ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ ധരിപ്പിക്കുന്നതും വെടിവെക്കാൻ ഉത്തരവ്. കലക്ടർ പെർമിഷൻ ഉണ്ടാവും, കലക്ടർ പറഞ്ഞിട്ടാവും, അതൊക്കെ വേറെ കാര്യം. ഇതെന്തുകൊണ്ട് ഇവിടെ ചെയ്തുകൂടാ? ആരാ തടസ്സം? കളക്ടറുടെ ഉത്തരവാദിത്തമാണ്. നിലവിൽ നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് എന്താ? പ്രകാരം ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് മാത്രമേ ഉത്തരവിടാൻ അധികാരമുള്ളൂ എന്ന്. കലക്ടർ ആയിക്കോട്ടെ, നിങ്ങൾ പറഞ്ഞ ഞാൻ സമ്മതിക്കുന്നു, മുഖവിലെടുത്ത് കലക്ടർ ആയിക്കോട്ടെ. അന്ന് ഈ വനനിയമം CRPC ആണ്, വനനിയമത്തിലല്ല. CRPC 133 പ്രകാരമാണ് കളക്ടർക്ക് വെടിവെക്കാൻ കഴിയുക. പക്ഷെ കളക്ടർ റിസ്ക് എങ്ങനെ എടുക്കും? നിങ്ങൾ തന്നെ നാളെ കളക്ടർക്കെതിരെ തിരിയില്ലേ? പറഞ്ഞിട്ടില്ലല്ലോ. അതാണ് പ്രശ്നം. ഇതാണ് ചോദ്യം. ഇവിടെ എന്താ ഇതുവരെ അല്ലല്ല, വനസംരക്ഷണ നിയമം തിരുത്തി എഴുതാൻ വേണ്ടി എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ തയ്യാറാവുന്നില്ല? സ്ട്രേറ്റ് ചോദ്യമാണ്. വനസംരക്ഷണം സ്റ്റേറ്റിൽ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല എന്ന് പറയരുത്. അതിന്റെ ആവശ്യമായ സമ്മർദ്ദങ്ങൾ വന്നാൽ ആ സമ്മർദ്ദം വരണം. 8 പേർ മരിച്ചു 2 മാസത്തിൽ. അത് വരണം. അത് ഈ അല്ലല്ല, ഒരു സംസ്ഥാനത്ത് നടക്കുന്ന 8 പേർ മരിച്ച സംഭവത്തിൽ അതിൽ സമ്മർദ്ദം ചെലുത്തേണ്ടത് ഈ സംസ്ഥാനത്തിലെ സർക്കാരും ഇവിടുത്തെ MP മാരുമാണ്.
ഈ കെ കാരൻ, മന്ത്രിമാർക്ക് എന്താ പണി? സമ്മർദ്ദം ആവശ്യത്തിനില്ലാത്തത് കൊണ്ടാണ് ഈ കേന്ദ്ര വനസംരക്ഷണ നിയമം പൊളിച്ചെഴുതാത്തത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചർച്ചയിൽ ഒരു കാര്യം വ്യക്തമായല്ലോ. കേരളത്തിൽ പിന്നെ കോൺഗ്രസ് BJP-യെയോ BJP കോൺഗ്രസിനെയോ ഒരു കുറ്റവും പറയാതെയാണ് സംസാരിക്കുന്നതെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ കാര്യത്തിൽ എല്ലാ കുറ്റവും ഞങ്ങളുടെ നേരെയാണ്. കേരളത്തിൽ നിന്ന് ഒരു സമ്മർദ്ദവും ഇല്ലെങ്കിൽ ഈ കേന്ദ്ര വനം വന്യജീവി നിയമം ഭേദഗതി ചെയ്യണം എന്നടക്കമുള്ള ആവശ്യങ്ങൾ വെച്ചുകൊണ്ട് കേരള നിയമസഭ കേരളത്തിലെ UDF-ന്റെ MP-മാരും കൈപൊക്കിക്കൊണ്ട് ഐക്യകണ്ഠേന ഒരു പ്രമേയം പാസ്സാക്കിയല്ലോ. അപ്പൊ ഈ നിയമം ഭേദഗതി ചെയ്യണം എന്നതിൽ കോൺഗ്രസിന് തർക്കമില്ലാത്തത് കൊണ്ടല്ലേ നിയമസഭയിൽ ഐക്യകണ്ഠേന പാസ്സാക്കിയത്, അല്ലേ? പാസ്സാക്കുവോ? ആ പാസ്സാക്കിയ ആ പ്രമേയം കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിക്കൂല എന്ന് ഭൂപേന്ദ്ര യാദവ് വയനാട്ടിൽ വന്നോ പറഞ്ഞല്ലോ. ഇപ്പൊ കേരളത്തിലെ നിയമസഭ തന്നെ ഐക്യകണ്ഠേന പാസ്സാക്കിയ പ്രമേയം അനുവദിക്കില്ലെന്ന് പറയുന്ന കേന്ദ്രമന്ത്രി വയനാട്ടിൽ വന്നിട്ടാ പറയുന്നത്. ഇനി അതിൽ കൂടുതൽ എന്ത് സമ്മർദ്ദം വേണ്ടതാവോ BJP-യുടെ നേതാക്കന്മാർക്ക്? വളരെ ചുരുക്കിയൊരു മറുപടി, ഇതിനും അപ്പുറം എന്ത് സമ്മർദ്ദമാണ് നിങ്ങൾക്ക് വേണ്ടത്? അപ്പോൾ നിങ്ങൾ വയനാട്ടിലെ ജനങ്ങളെ വഞ്ചിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ സാർ, പാർലമെന്റ് നടന്നല്ലോ, ഈ അവസാനത്തെ പാർലമെന്റ് നടന്നല്ലോ, നിങ്ങൾ എവിടെ എഴുതി കൊടുത്തു എന്നാ പറയുന്നത്? ആ പാർലമെന്റിൽ എവിടെ ആരോ ഉന്നയിച്ചത്? പാർലമെന്റ് കഴിഞ്ഞിട്ടാണ് നിയമസഭയിൽ പ്രമേയം പാസ്സാക്കി. അല്ല, പക്ഷേ നിങ്ങളുടെ MP എവിടെയായിരുന്നു? ഈ വയനാട് ജില്ലയിൽ നിന്നും MP, ഞാൻ നേരത്തെയും പറഞ്ഞു, ഇന്ത്യൻ ഭൂപേന്ദ്ര യാദവിനോട് നമ്മൾ ഈ കാര്യങ്ങൾ കത്ത് മുഖേന ആവശ്യപ്പെടുന്നു പറയും. കത്തല്ലല്ലോ, പാർലമെന്റ് അതിനുള്ളൊരു വേദിയല്ലേ. ഇപ്പം സ്വന്തം മണ്ഡലത്തിൽ തുടർച്ചയായി ആളുകൾ വന്യജീവി ആക്രമണത്തിൽ കൊല ചെയ്യപ്പെടുമ്പോൾ ആ MP അവിടെ ഒരു വലിയ തീയായി മാറണ്ടേ? ലോക്സഭയിൽ ഇപ്പത്തെ ഈ ഇഷ്യൂ കഴിഞ്ഞതിന് ശേഷം ഇന്ത്യൻ പാർലമെന്റ് ഉണ്ടായിരുന്നു. ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം ഇതിനു മുമ്പ് എത്രയോ തവണ അവസാനത്തെ ബഡ്ജറ്റ് സെഷൻ പോലും ഉണ്ടായത് അജീഷിന്റെ മരണശേഷമല്ലേ? അജീഷിന്റെ മരണശേഷമല്ലോ അല്ലല്ലോ. നോക്കൂ, എത്രയോ മരണങ്ങൾ സംഭവിച്ചു. ഞാൻ പറഞ്ഞത് അടുവയുടെ ആക്രമണം ഉണ്ടാകുന്നു, ആന ഇറങ്ങുന്നു, ഇതൊന്നും കാണുന്നില്ല. ഇതിനേക്കാൾ കൂടുതൽ ആന ഇറങ്ങിയിട്ടുണ്ട് MP-യേക്കാൾ കൂടുതൽ എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. അത് സ്വാഭാവികമായി അവർക്ക് എന്ത് വേണമെങ്കിലും പറയാം. വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി നടത്തിയ ഇടപെടലുകൾ കൃത്യമാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്, കേന്ദ്രത്തിന്റെ ഭൂപേന്ദ്ര യാദവിനോട് ആവശ്യപ്പെടുന്നുണ്ട്. ഈ ഇന്ത്യയിലെ മറ്റുള്ള MP-മാരോടൊപ്പം കോൺഗ്രസിന്റെ തന്നെ MP-മാർ വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ പാർലമെന്റിനകത്ത് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിനുള്ള ഉത്തരം എന്തായിരുന്നു? ഇപ്പൊ സദാനന്ദേട്ടൻ നേരത്തെ പറഞ്ഞു ഈ നിയമം തിരുത്തുന്നില്ല എന്ന് പറഞ്ഞു. ഈ നിയമം തിരുത്തുന്നില്ല എന്നുള്ളത് BJP-യുടെ നയമാവും. ഇപ്പൊ കേരളത്തിലേക്കാൾ കൂടുതൽ ആളുകൾ മരിക്കുന്ന ഒരുപക്ഷെ മറ്റൊരു ഉത്തരേന്ത്യയിലെ മറ്റു ജില്ലാ സംസ്ഥാനങ്ങളിലുണ്ട്, ഇല്ലാന്നൊന്നും പറയുന്നില്ല. അവിടെ നിന്നും പ്രഷർ ഉണ്ടാവും, അവിടെ നിന്നും പ്രതിസന്ധി ഉണ്ടാവും. ഇതൊന്നും തിരുത്തുന്നില്ല എന്ന ഈ നയം തിരുത്തണം. ഈ 1970 സമ്മർദ്ദം പോരെന്നാണ് BJP പറയുന്നത്. സമ്മർദ്ദം ഭൂപേന്ദ്ര യാദവ് വയനാട് ജില്ലയിൽ വരുന്നു. വയനാട് ജില്ലയിലെ വയനാട് കലക്ടറേറ്റിനകത്ത് യോഗം വിളിക്കുന്നു. ആ യോഗത്തിൽ എല്ലാവരും ആവശ്യപ്പെടുന്നു തിരുത്തണമെന്ന്. അദ്ദേഹം പറഞ്ഞു തിരുത്തില്ല. പിന്നെ എന്താ സമ്മർദ്ദം? അദ്ദേഹം പൂ പോലെ ഇറങ്ങി പോകുന്നു. അതാണല്ലോ ഭൂപേന്ദ്ര. അങ്ങനെയല്ലോ കേരളത്തിലെ മന്ത്രിമാരെ തടഞ്ഞത്. കേരളത്തിലെ മന്ത്രിമാർ വരുന്ന സമയത്ത് BJP-യുടെ കേന്ദ്രമന്ത്രി വരുന്ന സമയത്ത് അദ്ദേഹം നിങ്ങളുടെ സമ്മർദ്ദം വകവയ്ക്കാതെ രണ്ട് കാര്യം ചോദിക്കുന്നു. രണ്ട് കാര്യം പറയാം. ആദ്യം വന്നത് കേരളത്തിലെ മന്ത്രിമാരാണ്. കേരളത്തിലെ മന്ത്രിമാർ വരുന്നതിന് മുമ്പ് തിരുവനന്തപുരത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു മീറ്റിംഗ് വിളിച്ചു. ആ മീറ്റിംഗിൽ വയനാട്ടിലെ എല്ലാ ജനപ്രതികളും, നിയമസഭാ ജനപ്രതികൾ എല്ലാവരും പങ്കെടുത്ത് ഒരുപാട് ആശയങ്ങൾ പറഞ്ഞു, നടപ്പിലാക്കുമെന്ന് പറഞ്ഞു. ഞാൻ ഇന്ന് മന്ത്രിസഭാ യോഗം അരുണ് കിട്ടിയല്ലോ. മന്ത്രിസഭാ യോഗത്തിന്റെ അജീഷിന് 50 ലക്ഷം രൂപ കൊടുക്കാന്ന് പറഞ്ഞ മന്ത്രിസഭാ യോഗ തീരുമാനത്തിലുണ്ടോ? അജീഷ് 50 ലക്ഷം വേണം. അജീഷിന് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കും. ആദ്യം 10 ലക്ഷം കൊടുക്കും, 40 ലക്ഷം രൂപയ്ക്ക് ശുപാർശ ചെയ്യുമെന്ന് തീരുമാനിച്ചിട്ടാണ് അന്ന് ബോഡി മാനന്തവാടിയിൽ നിന്ന് മാറ്റിയത്. പുൽപ്പള്ളിയിലെ പോളിന്റെ കാര്യത്തിലും 10 ലക്ഷം ആദ്യം കൊടുക്കും, 40 ലക്ഷം മന്ത്രിസഭ തീരുമാനിക്കുന്നു പറഞ്ഞു. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി നടന്ന മീറ്റിംഗിൽ ഈ ആവശ്യം ഉന്നയിച്ചു. അത് കഴിഞ്ഞ് കേരളത്തിലെ 3 മന്ത്രിമാർ ബത്തേരി വന്നപ്പോൾ ഞാൻ എഴുന്നേറ്റ് ചോദിച്ചതാണ് ഇതിനകത്തെ തീരുമാനം എന്തായി എന്ന്. അന്ന് മന്ത്രിമാർ പറഞ്ഞു ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയാൽ ഇതിൽ തീരുമാനമാകുമെന്ന്. ഇന്ന് ഞാൻ ആ മന്ത്രിസഭാ യോഗത്തിന് തീരുമാനം കണ്ടു. ഈ ആളുകളുടെ പേര് പോലും മന്ത്രിസഭയിലില്ല. ഇതിനകത്ത് ഒരു പൈസയും വർദ്ധിപ്പിച്ചിട്ടില്ല. തിരിച്ചടിയാകാൻ സാധ്യതയുണ്ടോ? അതായത് 50 ലക്ഷം എന്നൊരു വാഗ്ദാനം നൽകി പ്രതിഷേധം മരക്കാര് മന്ത്രിസഭയുടെ തീരുമാനം 50 ലക്ഷം ആക്കുന്ന മുൻപും പറഞ്ഞിട്ടില്ല. മന്ത്രിസഭ അത് സംബന്ധിച്ച് ആലോചിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. ഗവൺമെന്റ് അത് സംബന്ധിച്ച് ആലോചിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അല്ലല്ല, നഷ്ടപരിഹാരം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ഗവൺമെന്റ് ആലോചിക്കുന്നു. ഈ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിലും മന്ത്രിമാർ വയനാട്ടിൽ പങ്കെടുത്തുകൊണ്ട് വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിലും പറഞ്ഞിട്ടുണ്ട്. അത് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ വർദ്ധിപ്പിക്കുമെന്ന് ഒരാളോടും പറഞ്ഞിട്ടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സംഷാദ് മരക്കാരന്റെ പാർട്ടി കേരളം ഭരിക്കുമ്പോൾ വയനാട്ടിൽ ആദ്യം കടുവ കൊന്നത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുന്ന 2015-ലാണ്.
അന്ന് ആ മരിച്ച കുടുംബത്തിന് കൊടുത്ത നഷ്ടപരിഹാരം എത്രയായിരുന്നു എന്നറിയാം? സാർ, 2 ലക്ഷം രൂപ. 2 ലക്ഷം രൂപ. പോരാ, വർദ്ധിപ്പിക്കണം. അത് 2015 ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ കടുവ കൊന്ന വയനാട്ടിലെ ഒരു മനുഷ്യന്റെ കുടുംബത്തിന് കൊടുത്തത് കേവലം 2 ലക്ഷം രൂപയാണെന്ന്. അത് പിന്നീട് 5 ലക്ഷമാക്കി 10 ലക്ഷമാക്കി വർദ്ധിപ്പിച്ചത് സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ. അത് പോരാ എന്ന നിലപാട് തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. അതല്ല, മൊത്തമല്ല. മാനന്തവാടിയിലും പുൽപ്പള്ളിയിലും ജനങ്ങളോട് പറഞ്ഞ വാക്ക് പാലിക്കുന്നുണ്ടോ ഇല്ലേന്ന് പറഞ്ഞാൽ, മാനന്തവാടിയിലും പുൽപ്പള്ളിയിലും സമരം ചെയ്ത ജനങ്ങളോട് 50 ലക്ഷത്തിന്റെ 10 ലക്ഷം ആദ്യം തരും, 40 ലക്ഷത്തിന് ശുപാർശ ചെയ്യും. ശുപാർശ കലക്ടർ ചെയ്തു. അതിനുശേഷം ചേരുന്ന മന്ത്രിസഭ ഇത് പരിഗണിക്കുന്ന ഒരു വാക്ക് പറഞ്ഞു. ഇന്നായിരുന്നു മന്ത്രിമാരും ബത്തേരി വന്ന് വന്നല്ലോ. ഈ മന്ത്രിസഭ അത് തീരുമാനിക്കുമെന്ന് അത് വർദ്ധിപ്പിക്കും, ഗവൺമെന്റ് ആലോചിക്കും എന്നാണ് തീരുമാനങ്ങൾ ഇന്നത്തെ ഗവൺമെന്റ് എടുത്ത ഒരു പ്രധാനപ്പെട്ട തീരുമാനമുണ്ട്. ഇന്നത്തെ ഗവൺമെന്റ് എടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം എന്ന് പറയുന്നത് വന്യജീവി ആക്രമണങ്ങളെ ഡിസാസ്റ്റർ പട്ടികയിൽ ഉൾപ്പെടുത്തി. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദുരന്തമായിട്ട് പ്രഖ്യാപിക്കും. ദുരന്തത്തിന്റെ പട്ടികയിലേക്ക് വന്യജീവി ആക്രമണങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള തീരുമാനം ഇന്ന് ഗവൺമെന്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ദുരന്തത്തിന്റെ പട്ടികയിൽ പെടുത്തുക എന്ന് പറഞ്ഞാൽ ഇന്നത്തത് നിലനിൽക്കുന്ന നിയമവും ചട്ടവും അനുസരിച്ച് നൽകുന്ന നഷ്ടപരിഹാരത്തിൽ ഒതുക്കുമെന്നല്ല അതിന്റെ അർത്ഥം. അതിനെ ആ അർത്ഥത്തിൽ കണ്ടുകൊണ്ട് നഷ്ടപരിഹാരം പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ അതിലേക്ക് വരാം. എനിക്കതിന് മുമ്പ് ഓഡിയൻസ് റിയാക്ഷൻ കൂടി എടുക്കാം. ആരായിരിക്കും മണ്ഡലത്തിൽ ജയിക്കാൻ സാധ്യത? അത് പറയണ്ടേ, നമ്മളെ ആനിരാജ. രാഹുൽ ഗാന്ധി തന്നെ ജയിക്കും. UDF ആണ് ജയിക്കുക. കാര്യം 100% സാധ്യത. എന്തുകൊണ്ട് കഴിഞ്ഞ വർഷത്തേക്കാൾ ഭൂരിപക്ഷം കൂടുക? എന്തുകൊണ്ടെന്ന് വെച്ചാൽ ദേശീയ രാഷ്ട്രീയത്തിൽ CPM-ന് യാതൊരു റോളും ഇല്ല. CPM-ന്റെ ഒരു ദേശീയ നേതാവ് പോലും ഈ ഇന്ത്യയിൽ എവിടെയും മത്സരിക്കുന്നില്ല. പറഞ്ഞോ. BJP-ക്ക് എതിരായിട്ട് മത്സരിക്കാന്ന് പറയുന്നത് ദേശീയ നേതാവ് ഏതെങ്കിലും ഒരാളെങ്കിലും മത്സരിക്കുന്നുണ്ടോ CPM-ന്റെ? BJP-ക്കെതിരെ ആരെങ്കിലും മത്സരിക്കുന്നുണ്ടോ? ഒരാളില്ല. ഒരു CPM-ന്റെ ദേശീയ നേതാവ് മത്സരിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞു തന്നാൽ മതി. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. മറ്റൊരാൾ ചോദിക്കാൻ കൈ ഉയർത്തിലൂടെ ഇവിടെ ആരാണ് ചോദിക്കുന്നത്? റൈറ്റ്, ഉണ്ടോ? ആര് ജയിക്കും? പറഞ്ഞോ. ഹലോ, പറഞ്ഞോ. ചോദ്യം ഇവരോട് മൂന്നാളോടല്ല പറയാനുള്ളത്, എനിക്ക് ഇവിടുത്തെ ജനങ്ങളോടാ പറയാനുള്ളത്. ഒരൊറ്റ ഒരാൾക്ക് വോട്ട് ചെയ്യരുത്. നമ്മളെ മെഡിക്കൽ കോളേജ് പറഞ്ഞ് ബോർഡും വെച്ചിട്ട് ജില്ലാ ആശുപത്രിക്ക് മെഡിക്കൽ കോളേജ് എന്നുള്ള ബോർഡും വെച്ചിട്ട് നമ്മളെ പറ്റിക്കുന്ന ജനങ്ങളെ പറ്റിക്കുന്നതാണ്. ഇവരൊരൊറ്റ ഒരാൾക്ക് വോട്ട് ചെയ്യരുത്. കടുവാനിയും പുലിനൊക്കെ നമ്മൾ പടക്കം എന്തും കറിഞ്ഞിട്ട് ഓടിച്ചോളാം. ഇവരോട് ഇടപെടാണ്ട് നോക്കാൻ പറഞ്ഞേക്ക്. കാരണം ഞങ്ങൾക്ക് ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരാൾ ഒരു ആക്സിഡന്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ചോര എത്തുമ്പോഴത്തേക്ക് അയാൾക്ക് നല്ലൊരു ഹോസ്പിറ്റൽ. അല്ല, ഈ മെഡിക്കൽ കോളേജിന്റെ കാര്യത്തിൽ പറ്റിച്ചതാരാ? മെഡിക്കൽ കോളേജിന്റെ ജില്ലാ ആശുപത്രിക്ക് മെഡിക്കൽ കോളേജ് എന്ന ബോർഡ് വെച്ചത് ആരാണ്? പിന്നീട് മെഡിക്കൽ കോളേജ് എന്ന ബോർഡ് വെച്ചതിന് ശേഷം അവിടെ സാധനങ്ങൾ കൊണ്ടുവരും. മാറി വരുന്ന രാഷ്ട്രീയ പാർട്ടികളെ പറ്റിച്ചോണ്ടിരിക്കുന്ന അത് BJP ആയാലില്ല, കോൺഗ്രസ് ആയാലില്ല, ഇടതുപക്ഷം എല്ലാവരും പറ്റിച്ചോണ്ടിരിക്കുന്നത് നമ്മൾ. അപ്പോ ജനങ്ങളോട് പറയാനുള്ളത് ഒരൊറ്റ ഒരാൾക്ക് വോട്ട് ചെയ്യരുത്. നമുക്ക് അങ്ങനെ പാർട്ടി ഇല്ല. പാർട്ടി ഇല്ലാത്തോണ്ടാണ് നിങ്ങൾ 3 ഉടായിപ്പാന്ന് പറയുന്നത്. കോൺഗ്രസ് പാർട്ടി ഇല്ലാത്തവന്റെ പാർട്ടിയാ കോൺഗ്രസ്, മനസ്സിലായിക്കോളി. എല്ലാ കാലത്തും അങ്ങനെയാ. വയനാട്ടിൽ മെഡിക്കൽ കോളേജ് വേണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത്. എല്ലാ കാലത്തും നിങ്ങൾ മെഡിക്കൽ കോളേജ് പോയിട്ടുണ്ടോ? അടുത്ത കാലത്ത് എന്റെ വീട് മെഡിക്കൽ കോളേജ് തൊട്ടടുത്താ. ഞാൻ പോയിട്ടുണ്ട്. മെഡിക്കൽ കോളേജിന്റെ ബോർഡ് വെച്ച കാലത്തെ മെഡിക്കൽ കോളേജും ഇന്നത്തെ മെഡിക്കൽ കോളേജും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ കോളേജിന്റെ ബോർഡ് വെക്കുമ്പോ അവിടെ കാർഡിയോളജിസ്റ്റ് ഉണ്ടോ? മെഡിക്കൽ കോളേജ് കാർഡിയോളജി വിഭാഗം പ്രവർത്തനം കോളേജിൽ പോയിട്ട് ഒരു ഇതും ഇല്ലാത്തതുകൊണ്ടാണ് മെഡിക്കൽ കോളേജ് ആന ചവിട്ടിക്കൊന്ന പോളിന് ദാരുണമായി മരിക്കേണ്ട വന്നത്. അവിടെ ഒരു ഞാൻ ചോദിക്കുന്നത് അതെല്ലാം നമ്മൾ അങ്ങനത്തെ ഒരുപാട് വാദങ്ങൾ ഉന്നയിക്കും. ഞാൻ ചോദിക്കുന്നത് മെഡിക്കൽ കോളേജിന്റെ ബോർഡ് വെക്കുമ്പോ കാത്തലാബ് ഉണ്ടോ അവിടെ? മെഡിക്കൽ കോളേജിന്റെ ഇവരുടെ ചോദ്യം ഇതാണ്. പോളിനെ പോലെ ഒരാളെ ആന ചവിട്ടി കൊന്നിട്ട് മെഡിക്കൽ കോളേജ് രക്ഷിക്കാൻ സാധിച്ചില്ല. മെഡിക്കൽ കോളേജിലെ പോളിന്റെ ജീവൻ സംരക്ഷിക്കാൻ എന്തായാലും വയനാട് മെഡിക്കൽ കോളേജിന് കഴിഞ്ഞില്ല. നമ്മളെ ഏതെങ്കിലും ഒരു വിഷയത്തെ ആസ്പദമാക്കി വളരെ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് ഇത്തരം ചോദ്യങ്ങൾ ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് നല്ല മെഡിക്കൽ കോളേജ് അല്ലേ? അവിടെ ആരും മരിക്കുന്നില്ലേ? അല്ല, അങ്ങനെ അല്ല, അങ്ങനെയല്ല. ഒരു വിഷയത്തിന്റെ
മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന ഒരു സൗകര്യം വേണം, വിഷയത്തെ ബോർഡ് മാത്രം പോരാ. ആളുകളെ വൈകാരികമായി ഈ പറയുന്നത് ശരിയല്ല. അവിടെ ആൾ മരിക്കുന്നു. അല്ല, പക്ഷേ രണ്ടുപേരോട് എനിക്കൊരു ചോദ്യമുണ്ട്. കാരണം ജില്ലാ ആശുപത്രി ഷംസാദ് നോക്കൂ, ജില്ലാ ആശുപത്രിക്ക് മെഡിക്കൽ കോളേജിൽ വെച്ചിട്ടല്ലേ ഉമ്മൻചാണ്ടി സർക്കാർ ഇറങ്ങിപ്പോയത്? ഞാൻ പറയട്ടെ. അവിടെ കാത്ത് ലാബോ കാർഡിയോളജി വിഭാഗത്തിലുള്ള ആൾക്കാരുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജ് നിർദ്ദേശമാരുടെയായിരുന്നു. പറയൂ. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് മെഡിക്കൽ കോളേജ് സ്ഥലം ഏറ്റെടുക്കുകയാണ് ചെയ്തത്. ജില്ലാ ആശുപത്രി ഉയർത്തുകയല്ല. ജില്ലാ ആശുപത്രി ഉയർത്തിയത് ഫെബ്രുവരി 12-ാം തീയതി. അന്നത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി വടകരയിലെ സ്ഥാനാർത്ഥി KK ശൈലജ. അത് ഉമ്മൻചാണ്ടിയുടെ തലയിൽ കെട്ടിവെക്കണ്ട. അത് ആരാണ് വയനാട് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് പ്രഖ്യാപിക്കുകയും 50 ഏക്കർ സ്ഥലം സൗജന്യമായി കിട്ടുകയും അവിടെ സ്വന്തം ബിൽഡിംഗ് കെട്ടുക എന്നുള്ളതാണ് ഉമ്മൻചാണ്ടിയുടെ മെഡിക്കൽ കോളേജ്. CPM-ന്റെ മെഡിക്കൽ കോളേജ് ജില്ലാ ആശുപത്രിയെ മെഡിക്കൽ കോളേജാക്കി ഉയർത്തുക എന്നുള്ളതാണ്. 400 രൂപയുടെ ബോർഡ് വെച്ചു. ഗഗാരി സഖാവ് പറഞ്ഞത് എന്താ? ഒരു മിനിറ്റ് പറയട്ടെ. ഇവിടെ കാർഡിയോളജി ഉണ്ട്, കാത്ത് ലാബ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അവിടെ 7 നില ബിൽഡിംഗ് ഉണ്ട്. അത് ആരുടെ കാലത്ത് വന്നത് അറിയോ? ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായപ്പോ കെട്ടിയ ബിൽഡിംഗ്. അത് പിണറായി വിജയൻ കെട്ടിയതല്ല. കണ്ണൂർ ഒരു മിനിറ്റ് പറയാ ഇതൂടി പറയട്ടെ. പറയാ പിന്നെ പറയട്ടെ. മുറ്റത്ത് തറക്കല്ലിട്ടിട്ട് പോയതാണ് ഉമ്മൻചാണ്ടി. SKMJ-യുടെ മുറ്റത്ത് തറക്കല്ലിട്ട് പോയ ശരി, സമ്മതിച്ചു. SKMJ-യുടെ മുറ്റത്ത് ഉമ്മൻചാണ്ടി തറക്കല്ലിട്ടു. 50 ഏക്കർ സ്ഥലം ഇവിടെ കിട്ടി. എല്ലാ മെഡിക്കൽ കോളേജുകളും തുടങ്ങുന്നത് ഇങ്ങനെ തന്നെയാണ്. ഒറ്റയടിക്ക് ഉയർന്നു വന്ന മെഡിക്കൽ കോളേജുകൾ ഏതാ ഉള്ളത്? എല്ലാ അടിസ്ഥാന സൗകര്യങ്ങൾ പടിപടിയായി ഉയർത്തുകയാണ് ഒരു മിനിറ്റ് ചേച്ചിയെ, എത്ര കാലമായി ഇപ്പൊ നമ്മള് മെഡിക്കൽ കോളേജ് പ്രഖ്യാപിച്ചിട്ട്? എന്താ ഒരു മിനിറ്റ് ഒന്ന് വന്നതെങ്കിൽ പറഞ്ഞു. എന്താ വന്നത്? എന്താന്ന് പറയേ. അവിടെ നിങ്ങൾ കണ്ട് ആരംഭിച്ചത് ഇപ്പോഴാണ്. പറയാ. ഇനി കാത്തിലാബ് ഉണ്ട് എന്ന് പറയുന്നില്ലേ? വയനാട്ടിൽ ഒരു സർക്കാർ ആശുപത്രിയിലും കാർഡിയോളജി വിഭാഗം ഉണ്ടായിരുന്നില്ല. പറയാ. ഇപ്പോഴാണ് അവിടെ വന്നത്. അത് കാത്തിലാബ് വയനാട് മെഡിക്കൽ ആശുപത്രിയിലുണ്ട്. ഇത് ഏത് കാലത്ത് പ്രഖ്യാപിച്ചറിയോ? ജില്ലാ ആശുപത്രിയിൽ പ്രഖ്യാപിച്ച കാത്തിലാബാണത്, മെഡിക്കൽ കോളേജിലല്ല. ജില്ലാ ആശുപത്രിക്ക് പ്രഖ്യാപിച്ച കാത്തിലാബാണത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അവിടെ കാത്തിലാബ് ഇല്ലായിരുന്നു. ഇവരെ പ്രഖ്യാപിക്കുന്ന കൂട്ടരും നടപ്പാക്കുന്ന കൂട്ടരും ഞങ്ങളും അങ്ങനെയാണ്. ഗവൺമെന്റ് പ്രഖ്യാപിച്ചതാണ്. പ്രഖ്യാപിക്കുന്നത് കോൺഗ്രസ്, പ്രഖ്യാപിക്കുക കോൺഗ്രസിന്റെ പണിയാ. അല്ലല്ല, ഒരു സംശയം. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കട്ടെ. ഒരു മിനിറ്റ് ഷംസാദ് സുഹൃത്തെ, ഒരു നിമിഷം ഷംസാദ്. നമുക്കറിയേണ്ട ഒരു ക്ലാരിറ്റി ഇത്രയേ ഉള്ളൂ. ഈ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് മെഡിക്കൽ കോളേജിന് വേണ്ടി എന്ത് പദ്ധതിയാണ് തുടങ്ങിയത്? ഞാൻ പറയാം. മെഡിക്കൽ കോളേജിന്റെ പ്രഖ്യാപനത്തിന് 50 ഏക്കർ സൗജന്യം കിട്ടുന്നു. മെഡിക്കൽ കോളേജ് ഭൂമി ഏറ്റെടുത്തു. അതിന്റെ തറക്കല്ലിട്ട് ഇവര് പറഞ്ഞു. ശരി, നമ്മൾ SKMJ തറക്കല്ലിട്ടത് മോശമാണെന്ന് നിങ്ങൾക്ക് വാദം ഉണ്ടെങ്കിൽ അവിടത്തേക്ക് റോഡ് ഉണ്ടാക്കിയതാരാ? KK ശൈലജ ആരോഗ്യവകുപ്പ് മന്ത്രി ഇപ്പൊ റോഡ് ഉണ്ടാക്കിയല്ലോ. അതിനുശേഷം അവിടെ പ്രളയത്തിന്റെ ഭാഗമായി ഭൂമി പറ്റില്ല എന്നൊക്കെ പറയുന്നു. വളരെ പെട്ടെന്ന് ഒരു ദിവസം വയനാട് ജില്ലാ ആശുപത്രി മെഡിക്കൽ കോളേജാക്കി ഉയർത്തുന്നു. തർക്കമില്ല. അതായത് ഏറ്റെടുത്ത ഭൂമി മെഡിക്കൽ കോളേജിനെ പറ്റില്ല എന്ന് പിന്നെ തീരുമാനിക്കുന്നു. ഞങ്ങളല്ല, അത് ഏതോ ഒരു കമ്മിറ്റി. അത് ആരാ വെച്ചതൊന്നും അറിയില്ല കമ്മിറ്റിയെ. പക്ഷെ ഞാൻ എവിടെയും യുദ്ധകാലാടിസ്ഥാനത്തിൽ മെഡിക്കൽ കോളേജ് ഉണ്ടാക്കുന്നു ഞാൻ പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞ ആളുകൾ കൽപ്പറ്റയിലുണ്ട്. ആ ആളുകൾ ഉണ്ടാക്കിയോന്ന് ചോദിച്ചാൽ മതി. അങ്ങനെ ആ ഭൂമി മാറുന്നു, വൈത്തിരിയിലേക്ക് പോകുന്നു. പറയട്ടെ. അല്ല, ഒരു മിനിറ്റ്. ഈ കാത്തിലാബിന്റെ കാര്യത്തിൽ ഗഗാറിൻ സഖാവ് പറഞ്ഞു UDF പ്രഖ്യാപിക്കുകയുള്ളൂ എന്ന്. 2 സ്ഥലത്ത് ഒരുമിച്ച് പ്രഖ്യാപിച്ചു. ഒന്ന് കണ്ണൂരും ഒന്ന് വയനാട്ടിലും. കണ്ണൂർ ജില്ലയിലെ കാത്തിലാബിൽ 564 ആളുകൾ ചികിത്സ തേടി പോയി. വയനാട് കാത്തിലാബിൽ വട്ടപൂജയാണ്. നവകേരള സദസ്സ് നടക്കുന്നതിന്റെ തലേന്ന് 2 ആൾക്ക് എക്കോ എടുത്തിട്ട് പറയാ കാത്തിലാബ് പ്രവർത്തിച്ചു. ആരെയും പറ്റിക്കുന്നത്? വയനാട്ടിലെ ജനങ്ങളെയോ? എനിക്കും നിങ്ങൾക്കൊക്കെ വരും ഈ രോഗം. രാഷ്ട്രീയത്തിന്റെ പേര് പറയാം. എനിക്കും നിങ്ങൾക്കൊക്കെ അറ്റാക്ക് വന്നാൽ പോണ്ട അവിടെയല്ലേ? സംഷാദ് മരക്കാര് ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റാണ്. ഇത് മെഡിക്കൽ കോളേജായി ഉയർത്തിയപ്പോ ആ ആശുപത്രിയുടെ പ്രവർത്തനത്തെ ഇല്ലാതാക്കാൻ ജില്ലാ അവിടുത്തെ HMC-യുടെ ഫണ്ട് പോലും വിനിയോഗിക്കാൻ ഒപ്പിട്ട് കൊടുക്കാത്ത ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ് സംഷാദ് മരക്കാര്. അവിടെ മരുന്ന് വാങ്ങാനും അവിടുത്തെ സാധാരണ രോഗികൾക്ക് ഉപയോഗിക്കുന്ന ഫണ്ട് HMC-യിൽ ഉണ്ടായ ഫണ്ട് ആദ്യകാലത്തെ HMC ചെയർമാൻ എന്ന നിലക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ് ജില്ലാ ആശുപത്രിയുടെ ചെയർമാൻ. അവിടെ അവശേഷിച്ചിരുന്ന ഫണ്ട് പോലും ചെലവാക്കാതിരിക്കാൻ
അതിന് ഒപ്പിട്ട് കൊടുക്കാതെ തടസ്സം വരുത്തിയ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ് സംഷാദ് മരക്കാർ. സംഷാദ്, മറുപടി 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 ഒറ്റ മിനിറ്റിൽ ഒതുക്കണം. നമുക്ക് മറ്റു വിഷയങ്ങളിലൂടെ വരണം. ഒറ്റ മിനിറ്റ്. ഞാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആവുന്ന ഡിസംബർ 30-ാം തീയതി. വയനാട് മെഡിക്കൽ കോളേജായി ജില്ലാ ആശുപത്രി ഉയർത്തുന്നത് ഫെബ്രുവരി 12. ഞാൻ ജില്ലാ ആശുപത്രിയുടെ HMC ചെയർമാനായിരിക്കുന്നത് 1 മാസവും ചില്ലറ ദിവസവും. ഞാൻ അവസാനം ഇട്ട ഉത്തരവ് എന്താണെന്നറിയോ? വയനാട് ജില്ലാ ആശുപത്രിയിലെ രാത്രിയിൽ ഡയാലിസിസ് സെന്ററിൽ ഡയാലിസിസ് രാത്രി കൂടി നടത്താൻ തീരുമാനിച്ച HMCയുടെ ചെയർമാൻ ഞാനാണ്. എന്റെ അവസാനത്തെ ഉത്തരവ് അതാണ്. പിന്നെ HMCയിലെ ശമ്പളം കൊടുക്കാൻ പറ്റാത്തത് MV ഗോവിന്ദൻ എന്ന് പറയുന്ന സംസ്ഥാന സെക്രട്ടറി, അന്ന് തദ്ദേശ വകുപ്പ് മന്ത്രിയാ. ഞാനൊരു കത്തയച്ചു, സാറേ ജില്ലാ ആശുപത്രി മെഡിക്കൽ കോളേജാക്കി ഉയർത്തി, ഇനി എനിക്കിതിൽ ഇടപെടാൻ കഴിയുമോ? നിയമപരമായി ഇടപെടാൻ കഴിയില്ല എന്ന് എനിക്ക് കത്ത് തന്ന ആളുടെ പേര് MV ഗോവിന്ദൻ, CPM സംസ്ഥാന സെക്രട്ടറി, അന്നത്തെ തദ്ദേശ വകുപ്പ് മന്ത്രിയാ. മറുപടി അതല്ല, ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്. ഗോവിന്ദ മാഷ കത്ത് വാങ്ങിയിട്ടാണ് സംഷാദ് മരക്കാർ പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലായത് എനിക്ക് വളരെ നന്നായിട്ട്. ഗോവിന്ദ മാഷ CPM സംസ്ഥാന സെക്രട്ടറി അല്ല, ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തിന്റെ ഫണ്ട് നിലവിൽ കൈകാര്യം ചെയ്തവർ പുതിയ സ്ഥാപനത്തിന്റെ അധികാരികൾക്ക് കൈമാറി കൊടുക്കുക എന്ന് പറയുന്നത് കേരളത്തിൽ നിലനിൽക്കുന്ന ചട്ടങ്ങളുടെ ഭാഗമാണ്. അത് കൈമാറാൻ അനുമതി ചോദിച്ച് MV ഗോവിന്ദൻ അനുവദിച്ചില്ല എന്ന് പറയുന്നത് അനുവദിച്ചില്ല എന്നുള്ള ഫെബ്രുവരി 12-ാം തീയതി ഉത്തരവിറക്കുന്നു. ഫെബ്രുവരി 12-ന് ഉത്തരവിറക്കുമ്പോൾ ജനുവരിയിൽ കലക്ടറേറ്റിൽ നടന്ന ഒരു മീറ്റിംഗിന്റെ തീരുമാനമായി അന്നത്തെ കലക്ടർ അദീല അബ്ദുള്ളയുടെ അർദ്ധ ഔദ്യോഗിക കത്തിന്റെ പിൻബലത്തിലാണ് മെഡിക്കൽ കോളേജാക്കി ഉയർത്തുന്നത്. അന്ന് അവിടെ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ടല്ലോ, അർദ്ധ ഔദ്യോഗിക കത്തുണ്ടാക്കുന്നതിൽ. അതിൽ എന്തേ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിക്കാത്തത്? എന്നെ വിളിക്കാതെ ഞാൻ നോക്കി നടത്തിയ ആശുപത്രി ഉയർത്തിയത് നിങ്ങളല്ലേ? അതാണ് എന്നെ വിളിച്ചില്ലെങ്കിൽ ഞാൻ രോഗികൾ കൊടുക്കേണ്ട പണം ഒപ്പിട്ട് കൊടുക്കില്ല. എന്നെ വിളിച്ചില്ലെങ്കിൽ ഞാൻ രോഗികൾ കൊടുക്കണം. അവിടെ ചുറ്റിക്കറങ്ങരുത്, അവിടെ ചുറ്റിക്കറങ്ങാതെ വിശദീകരിക്കുക. വിഷയം പൊതുസമൂഹത്തിന് മുന്നിലുണ്ട്. സദാനന്ദൻ മറുപടി. എന്റെ പ്രിയ സുഹൃത്ത് പറഞ്ഞത് അദ്ദേഹത്തിന്റെ വേദനയാണ്. അതെ, വയനാടിന്റെ നിങ്ങളുണ്ട് പറഞ്ഞോട്ടെ. 3 പാർട്ടിക്കാരെ അദ്ദേഹം പറഞ്ഞത്. വയനാടിന്റെ മെഡിക്കൽ കോളേജ് എന്നുള്ളത് വയനാട്ടിലെ ജനങ്ങൾക്ക് ചികിത്സ കിട്ടാൻ വേണ്ടിയിട്ടാ. അവിടെ നേരത്തെ പറഞ്ഞ കാത്തലാബ് വന്നു എന്നൊക്കെ പറഞ്ഞാല് അതൊന്നും വിശ്വസിക്കാൻ നമുക്ക് പ്രയാസമുണ്ട്. ബിൽഡിങ്ങിന്റെ ഉദ്ഘാടനം നടത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രി, മാസങ്ങൾ കുറച്ചായി. അവിടെ ഇപ്പൊ കക്കൂസ് ടാങ്ക് പൊട്ടി ഒലിക്കുന്നുണ്ട്, അതും കൂടെ ക്ലിയർ ആക്കാൻ സാധിച്ചിട്ടില്ല ബിൽഡിങ്ങിൽ. ഇത് വാർത്ത പത്രങ്ങളിൽ വന്ന വാർത്ത, ഞാൻ വെറുതെ പറയുന്നതല്ല. അവിടെ ഒരു സൗകര്യമില്ലാത്തതിനെ മെഡിക്കൽ കോളേജ് എന്ന് പറയണ്ട. ഗവൺമെന്റിന് താല്പര്യമുണ്ടെങ്കിൽ ഒരു പിന്നോക്ക ജില്ലയായ വയനാടിന്റെ മെഡിക്കൽ കോളേജിന് വേണ്ടി ആവശ്യമായ ഫണ്ട് നീക്കി വെക്കണം. ഞങ്ങൾ മനസ്സിലാക്കുന്നത് അവിടുത്തെ സ്ഥലം MLAയുടെ ഔദാര്യം കൊണ്ടാണ് കുറെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നതാണ് അദ്ദേഹം പറയുന്നത്. ഞങ്ങൾക്കറിയില്ല, അത് ഞങ്ങൾക്കറിയില്ല. അതിനാണ് ഒരു സംസ്ഥാന സർക്കാർ എന്തിനാ നിങ്ങൾ പ്രഖ്യാപിച്ചത്? ഒരു ജില്ലയിൽ ഒരു മെഡിക്കൽ കോളേജ് നേരത്തെ പ്രഖ്യാപിച്ചു, എല്ലാ ജില്ലയിലും വന്നു. എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ അതിന് വേണ്ടത്ര? നിങ്ങൾക്ക് ഇത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ എയിംസ് അനുവദിക്കാത്ത കോഴിക്കോട് അനുവദിക്കാം. സർക്കാർ കൊടുക്കട്ടെ. വയനാട് എയിംസിന് വേണ്ടി എന്തുകൊണ്ടാണ് ക്യാൻസലാക്കി? കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രശ്നമാണോ? കേന്ദ്ര ഗവൺമെന്റ് ചിത്രയ്ക്ക് വേണ്ടി ഈ സർക്കാർ എന്ത് ചെയ്തു? അനുവദിച്ച ശ്രീചിത്ര BJP ഗവൺമെന്റ് ക്യാൻസലാക്കിയപ്പോ വയനാട് MP ഇന്ത്യൻ പാർലമെന്റിൽ എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചോ? ഭൂമി സംബന്ധമായ പ്രശ്നം കൊണ്ടാണ് സർ അവിടെ തലപ്പുഴയിൽ ആ ഭൂമി ശ്രീചിത്രയെ കുറിച്ച് പോയത്. കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ ഭൂമി സംബന്ധമായ പ്രശ്നം കൊണ്ട് എങ്ങനെയാ ശ്രീചിത്രയെ പോലൊരു സ്ഥാപനം ഇവിടുത്തെ മടക്കിമലയിലും മെഡിക്കൽ കോളേജ് എങ്ങനെയാ പോയത്? മെഡിക്കൽ കോളേജ് പോയില്ല, പകര സംവിധാനം കണ്ടേ. ശ്രീചിത്രയെ കുറിച്ച് CPM പ്രതിനിധി പറയുമ്പോൾ സന്തോഷമുണ്ട്. പണ്ട് ശ്രീചിത്രയുമായി ബന്ധപ്പെട്ട് UDFന്റെ MP MI ഷാനവാസാണ് തുടങ്ങുന്നത്. അന്ന് MI ഷാനവാസ് റിയൽ എസ്റ്റേറ്റ് കച്ചവടത്തിനാണ് ശ്രീചിത്ര കൊണ്ടുവരുന്ന പറഞ്ഞ പാർട്ടിയാണ് CPM. ഇപ്പൊ അതിനെ അംഗീകരിക്കുന്നു എന്ന് കാണുന്ന ഒരു വലിയ സന്തോഷം. അത് കറക്റ്റാ. ഇത് CPIM ഒരു ഘട്ടത്തിലും അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു ഇല്ലാത്തൊരു കാര്യം ഇതുപോലൊരു വേദിയിൽ വന്ന് പറയുന്ന അന്ന് സംഷാദ് മരക്കാർ രാഷ്ട്രീയത്തിൽ തന്നെ രാഷ്ട്രീയ പാർട്ടിയുടെ ഇല്ല സർ. ശ്രീചിത്ര മെഡിക്കൽ കോളേജിന് വേണമെങ്കിൽ ഇപ്പോഴും സ്ഥലം എടുത്ത് കൊടുത്ത കേന്ദ്ര ഗവൺമെന്റ് റെഡിയാണ്, എയിംസിന് റെഡിയാണ്. നിങ്ങൾ സ്ഥലം ഏറ്റെടുത്തു കൊടുക്കുക, സംസ്ഥാന സർക്കാരിനുള്ള ബാധ്യത ഏറ്റെടുത്ത് കൊടുക്കുക.
ഓക്കെ ഓക്കെ വെറുതെ അല്ല, സ്ഥലം മാറ്റ കേന്ദ്ര ഗവൺമെന്റ് സ്ഥലം എടുക്കുന്ന സുഹൃത്തേ. സദാനന്ദൻ BJP-യുടെ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കളിൽ ഒരാളാണ്. നല്ല വ്യക്തിബന്ധമുള്ള ആളാണ്, ഞാനുമായിട്ട് നല്ല ബന്ധമുള്ള ആളാണ്. ഞാൻ ഈ വേദിയിൽ പരസ്യമായി പറയുന്നു, കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് കത്ത് കൊടുക്കട്ടെ. വയനാട്ടിൽ ഒരു എയിംസ് മെഡിക്കൽ കോളേജോ ശ്രീചിത്രയോ ആരംഭിക്കുന്നതിനുള്ള സംവിധാനം സംസ്ഥാന ഗവൺമെന്റ് ഒരുക്കണം, അതിനുള്ള നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അത് ചെയ്യിക്കാൻ ഈ വേദിയിൽ പരസ്യമായി ഞാൻ ഈ സംസ്ഥാനത്തിന് ഒരു മിനിറ്റ് ഈ സംസ്ഥാനത്തിലും ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ട ആവശ്യങ്ങള് അറിയിക്കേണ്ടതും അംഗീകരിപ്പിക്കേണ്ടതും ആരാ? കേന്ദ്രം ഇങ്ങോട്ട് കത്ത് കൊടുക്കുക അയ്യാ, ഇവരങ്ങോട്ട് കത്ത് കൊടുക്കണം. കാണുമ്പോ മുഖം നമുക്ക് വോട്ടുകളുടെ പ്രതിനിധികൾ കൂടെ കേൾക്കാം. പറഞ്ഞോ, സംസാരിച്ചു. നേരിട്ട് കോൺഗ്രസിന്റെ പ്രതിനിധിയോട് ചോദിക്കാനുള്ളത്, വന്യജീവി ആക്രമണത്തിൽ വലിയ വ്യാപകമായ പ്രതിഷേധം നടക്കുന്ന ഈ സമയത്ത് നമ്മുടെ ഇവിടെ 8ഓളം ജീവൻ പൊലിഞ്ഞിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം ടേബിളിൽ നിന്ന് ബോഡി എടുത്തുകൊണ്ടുപോയി സമരം പ്രഖ്യാപിക്കുന്ന ആൾക്കാർ അതിന് മാത്രം പോരാ, 10 ലക്ഷം റുപ്യ ഇവിടെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കുമ്പോൾ തൊട്ടടുത്തുള്ള കർണാടകയിൽ ഇതേപോലെ വന്യജീവി ആക്രമണത്തിൽ മരിച്ചാൽ ഒരു കർഷകന് നിങ്ങൾ എത്ര റുപ്യാണ് കൊടുക്കുന്നത്? പറയും. 15 ലക്ഷം. 15 ലക്ഷം. ആ 15 ലക്ഷം രൂപയാണ് അജീഷിന് വേണ്ടിയിട്ട് അനുവദിച്ചത്. അതാണ് ഇവർ മുടക്കിയത്. നിങ്ങളെക്കാൾ വലിയ തുക കർണാടകയിൽ അനുവദിക്കുന്നുണ്ട്. ആ 15 അനുവദിച്ചത്. അത് മുടക്കിയത് BJP ആണ്, ഞങ്ങളല്ല. അത് കൊടുത്തിട്ടില്ല. കർണാടകത്തിൽ 15 ലക്ഷം കൊടുക്കുന്നില്ല. 15 ലക്ഷം രൂപ അനുവദിച്ചത് നിങ്ങൾ കണ്ടല്ലേ? ഇവിടെ രാഷ്ട്രീയം കളിക്കാൻ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി 15 ലക്ഷം 15 ലക്ഷം രൂപ അജീഷിന് അനുവദിച്ചു എന്ന് പൈസ കൊടുത്തിട്ടില്ല. നാടകം കളിച്ചാണ്. നിങ്ങൾക്ക് അറിയുന്നല്ലേ? അറിയുന്നല്ലേ ആ കൊത്ത് കെട്ടിയത്? എനിക്ക് CPM പ്രതിനിധിയോടാണ് ചോദിക്കാനുള്ളത്. ഇവിടെ ഇതിന്റെ മുൻപേ ഉണ്ടായിരുന്ന ഒരു MLA ഉണ്ടായിരുന്നു, CK ശശീന്ദ്രൻ സഖാവ്. അദ്ദേഹം നമ്മളെ ഉമ്മൻചാണ്ടി ഏറ്റെടുത്ത മടക്കിമല ഭൂമിയിലെ യുദ്ധകാല അടിസ്ഥാനത്തിൽ ഒരു മെഡിക്കൽ കോളേജ് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഇപ്പൊ ഇത്ര 8-9 വർഷം കഴിഞ്ഞു, അവിടെ ഒരു മെഡിക്കൽ കോളേജ് ഇല്ലാന്ന് മാത്രമല്ല, ഇത് അട്ടിമറിക്കപ്പെടുകയും ചെയ്തു. അതിന്റെ പ്രശ്നം ഇവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് ദുർബല പ്രദേശമാണെന്ന്. 5 നില കിടക്കുന്ന ഇത് അണ്ടർഗ്രൗണ്ടിലായിട്ടാണ്, അതായത് നമ്മളുടെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് ഉള്ളത് 5 നില. അവിടെ ദുർബല പ്രദേശമല്ല, ഇവിടെ 20 അടി ഹൈറ്റ് ഉള്ളത് ദുർബല പ്രദേശമായത് എങ്ങനെയെന്ന് അതിന്റെ റിപ്പോർട്ടിന്റെ സത്യാവസ്ഥ ഇത്രയും വർഷങ്ങളായിട്ട് എന്തുകൊണ്ട് നിങ്ങൾ പുറത്തുവിടുന്നു? മറുപടിക്ക് മുമ്പ് മറ്റു പല വിഷയങ്ങളും ചർച്ചയ്ക്കെടുക്കേണ്ടതുണ്ട്. രണ്ടാം ഘട്ടത്തിലേക്ക് ചർച്ച പ്രവേശിക്കുന്നു. വയനാടിന്റെ രാഷ്ട്രീയ മനസ്സിൽ എന്ത് എന്നാണ് റിപ്പോർട്ടർ കുരുക്ഷേത്രം തത്സമയം പരിശോധിക്കുന്നത്. കൽപ്പറ്റയിൽ നിന്നും തത്സമയം പറഞ്ഞോളൂ, എന്താ പ്രതികരിക്കാനുള്ളത്? ആര് ജയിക്കും? വന്യജീവി പ്രശ്നവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഈ 3 രാഷ്ട്രീയ നേതാക്കന്മാരുടെ ചോദിക്കാനുള്ളത്. ഈ കോടതികൾക്ക് മാത്രമേ ഇതിനൊരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. എന്തുകൊണ്ട് നിങ്ങൾ സുപ്രീം കോടതി റിട്ട് ഹർജി സമർപ്പിക്കാത്തത്? അതായത് ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകുന്നുണ്ട് പൗരന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്ന്. പക്ഷെ ഗവൺമെന്റ് കോടതി പോകുന്നില്ല പാർട്ടികൾ. ഓക്കെ, ചോദിച്ചോളൂ. വയനാട് പാർലമെന്റ് മണ്ഡലത്തിന്റെ MP വയനാട്ടിൽ വരുന്നില്ല എന്നുള്ളത് ഞാനൊരു പരാതിയായിട്ട് പറയുന്നില്ല. അദ്ദേഹം പാർലമെന്റിൽ പോണ്ടേ? 52% അദ്ദേഹത്തിന്റെ അറ്റൻഡൻസ് പാർലമെന്റിൽ. അദ്ദേഹം പക്ഷേ 8 ഡിബേറ്റുകളിലാണ് അദ്ദേഹം പങ്കെടുത്തത്. ഒരുപാട് വിഷയങ്ങൾ ഉന്നയിക്കാമായിരുന്നിട്ട് പോലും ദേശീയ ശരാശരിക്ക് താഴെയാണ് അദ്ദേഹത്തിന്റെ. രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ ന്യായത്തിൽ പറയുന്നതല്ലേ 5 വർഷത്തിൽ അദ്ദേഹം ഉന്നയിച്ച വിഷയങ്ങളും ചർച്ച ചെയ്ത വിഷയങ്ങളും പരിഗണിച്ച് നമുക്ക് മനസ്സിലാവും. ഈ പെർഫോമൻസ് മാത്രം വിലയിരുത്തിക്കൊണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ MP സ്ഥാനം എന്ന് പറയുന്നത് പരാജയമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ ഒരു MP എങ്ങനെ നമുക്ക് ഇനി വിശ്വസിക്കാൻ പറ്റും? എങ്ങനെ ഇക്കൂട്ടരെ വിശ്വസിപ്പിച്ച് വീണ്ടും പാർലമെന്റിലേക്ക് അയക്കാൻ പറ്റും? ഓക്കെ, അതൊരു പ്രസക്തമായ ചോദ്യമാണ്. ആ ചോദ്യത്തിന് മറുപടി ഷംഷാദ്, എന്താ അവസ്ഥ ഇവിടെ വയനാട്? സംസാരിച്ചോ? ഞാൻ വളരെയധികം ജനങ്ങള് സ്വന്തം താമസ സ്ഥലത്തിന് ഭൂമിയില്ലാതെ നിൽക്കുമ്പോൾ 2019 ഇവിടെ ഹാരിസന്റെയും മറ്റേ കയ്യിലുള്ള 38,000 ഏക്കർ ഏറ്റെടുക്കണമെന്ന് ഗവൺമെന്റ് സെക്രട്ടറി നിർദ്ദേശപ്പെടുത്തിയ. പക്ഷെ കേരളത്തില് വയനാട് മാത്രം കേസ് കൊടുത്തില്ല. ഇതിന് ഒരു ഉത്തരം ആരെങ്കിലും തരും? ഓക്കെ, അത് ഭൂമി ഏറ്റെടുത്ത് സാധാരണക്കാർക്ക് കൊടുക്കാത്തതിന്റെ തടസ്സം എന്താണ്? പറഞ്ഞോളൂ. വയനാട് മെഡിക്കൽ കോളേജിനെ പറ്റി ചോദിക്കാണ്. സാധാരണ ജില്ലാ ആശുപത്രിയുള്ള സമയത്ത് അവിടെ ഏറ്റവും നല്ല ചികിത്സ കിട്ടിക്കൊണ്ടിരുന്നതാണ്. മെഡിക്കൽ കോളേജിന് ശേഷം അവിടെ സൂപ്പർ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം കൂട്ടുകാരനെ വൈകുന്നേരം വരെ വെന്റിലേറ്ററിൽ കിടത്തിയിട്ട് ഹെഡ് സർജറിക്ക് വേണ്ടിയിട്ടുള്ള ആനുകൂല്യം അവിടെ ഇല്ലാന്ന് പറഞ്ഞിട്ട് മിംസിലേക്കാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. പിന്നെ എന്തിനാണ് അവിടെ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റൽ, പ്രൈവറ്റ് ഹോസ്പിറ്റൽ പോലെ കേരളത്തിൽ എന്തിനാണ് അവിടെ വെച്ചിരിക്കുന്നത്? അതിനാണ് പറയാനുള്ളത്. ആരോടുള്ള ചോദ്യമാണ്? MP യോടുള്ള ചോദ്യമാണോ MLA യോടുള്ള ചോദ്യമാണോ? ഇപ്പൊ ഭരിക്കുന്നവരല്ലേ, ഭരിക്കുന്ന പാർട്ടിയോട്. വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിൽ വീണ്ടും രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കുന്നതാണ് കേൾക്കുന്നത്.
കഴിഞ്ഞ 5 വർഷക്കാലം രാഹുൽ ഗാന്ധി എന്തു ചെയ്തു എന്നതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായും ചർച്ച ചെയ്യേണ്ടത്. നേരത്തെ പറഞ്ഞു 27 കോടിയിലധികം ചെലവഴിച്ചു. വെറുതെയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താ, നമ്മുടെ ഒരു പഞ്ചായത്ത് മെമ്പർ ചെയ്യേണ്ട പണിയാണ് ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ വയനാട് പാർലമെന്റ് മണ്ഡലത്തിന് അനുയോജ്യമായ എന്തെങ്കിലും ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ടോ? ഇപ്പൊ രാത്രിയാത്രാ നിരോധനം, വയനാട് റെയിൽവേ, ഇതിനു വേണ്ടി എന്തെങ്കിലും ഒരു ഇടപെടൽ നടത്തിയോ? ഇല്ല എന്നുള്ളതാണ് ഉത്തരം. പിന്നെ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യം സൂചിപ്പിക്കട്ടെ. മാനന്തവാടി വയനാട് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടുള്ള കാര്യം പറഞ്ഞു. നേരത്തെ ഇവിടെ ഒരു സുഹൃത്ത് സൂചിപ്പിച്ചു. എന്തായിരുന്നു ഇവിടെ ജില്ലാ ആശുപത്രിയായപ്പോ സ്ഥിതി? ഇവിടെ ജില്ലാ പഞ്ചായത്താണല്ലോ ആദിവാസി സ്ത്രീകൾ ഉൾപ്പെടെ ആംബുലൻസിൽ പ്രസവിച്ച് ഈ നാടിന് രാജ്യത്തിന് തന്നെ അപമാനമാകുന്ന സാഹചര്യമായിരുന്നു. കോൺഗ്രസ് ആയിരുന്നു. ഇപ്പൊ മാറ്റണ്ടേ? മെഡിക്കൽ കോളേജിനകത്തേക്ക് നിങ്ങൾ വരണം. മെഡിക്കൽ കോളേജിനകത്തേക്ക് വരണം. കോൺഗ്രസ് ഭരിച്ച സമയത്ത് ഒരു ICU ആംബുലൻസ് അല്ല അനുവദിക്കേണ്ടത്. ഒരു ICU ആംബുലൻസ് അല്ല MP ഈ മെഡിക്കൽ കോളേജിന് അനുവദിക്കേണ്ടത്. അതാണ് പ്രശ്നം. അനുവദിക്കാൻ വേണ്ടി അവിടെ നഗരസഭാ കൗൺസിൽ. ശരി പറഞ്ഞോ. UDFന്റെ പ്രതിനിധിയോടാണ്. UDFന്റെ പ്രതിനിധിയോട് ചോദിച്ചോളൂ. ഒന്നുമില്ല, നമ്മള് ദേശീയ രാഷ്ട്രീയത്തിന്റെ മുഖമാണ് രാഹുൽ ഗാന്ധി എന്ന കാര്യത്തിൽ ഒന്നും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ ഞങ്ങൾ വയനാട്ടുകാർക്ക് വയനാട്ടിലെ 13 ലക്ഷം വോട്ടർമാരുടെ ശബ്ദമായി പാർലമെന്റിൽ രാഹുൽ ഗാന്ധി ഇന്ത്യ മുഴുവൻ കേൾക്കുന്നില്ലേ രാഹുലിന്റെ ശബ്ദം? അതൊക്കെ പക്ഷേ ഞങ്ങളുടെ മെമ്പറായി പാർലമെന്റിന്റെ മെമ്പറായി ഇവിടുന്ന് പോകുമ്പോൾ വയനാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട 1-2 വിഷയങ്ങൾ പരിഹരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ടായിരുന്നു. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് രാത്രിയാത്രാ നിരോധനവുമായി ബന്ധപ്പെട്ട വിഷയം. രാത്രിയാത്രാ നിരോധനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അവസാനം രാഹുൽ ഗാന്ധിയുടെ പ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകൾ കർണാടകത്തിൽ ഭരണം നടത്തുന്ന സമയത്ത് ആ കർണാടകത്തിൽ അവിടെ കോൺഗ്രസ് അധികാരത്തിൽ വന്നതിന് ശേഷം ഏതെങ്കിലും തരത്തിലൊരു പോസിറ്റീവായ ചർച്ചയ്ക്ക് രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുത്തു. ഒറ്റ വിഷയം കൂടെ ഉള്ളൂ. അതായത് നമ്മള് ഇപ്പൊ ഇവിടെ വന്യജീവിയുമായി ബന്ധപ്പെട്ട വിഷയം ഇവിടെ സൂചിപ്പിച്ചു. വന്യജീവി രാഹുൽ ഗാന്ധി ഇവിടെ വന്യജീവിയുമായി ബന്ധപ്പെട്ട വിഷയം കത്തെഴുതാൻ ഇപ്പൊ എനിക്കും കഴിയും കത്തെഴുതാൻ. രാഹുൽ ഗാന്ധി വേണ്ട കാര്യമില്ല. പക്ഷേ പാർലമെന്റിൽ ഈ വിഷയം ഒന്ന് ചർച്ച ചെയ്യാൻ നാളിതുവരെ വയനാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. MP ക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നാണ് ചോദ്യം. CPM പ്രതിനിധിയോട് ചോദിക്കൂ. ഈ സിദ്ധാർത്ഥന്റെ വിഷയവുമായി ബന്ധപ്പെട്ടാണ് കോൺഗ്രസിന്റെ നേതാക്കൾ, KPC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ സിദ്ധാർത്ഥന്റെ വീട്ടിൽ പോയി സിദ്ധാർത്ഥനുള്ള എല്ലാ എന്താ പറയാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാനുള്ള ഉറപ്പ് നൽകി. എന്നാൽ CPM-ന്റെ നേതാവ് പ്രതികളുടെ കൂടെ മജിസ്ട്രേറ്റിന് മുമ്പോട്ടാണ് കടന്നു ചെന്നത്. ആ വിഷയത്തിൽ എന്താണ് CPM-ന്റെ പ്രതിനിധിക്ക് പറയാനുള്ളത്? മജിസ്ട്രേറ്റിന്റെ കൂടെ പ്രതികളെ സപ്പോർട്ട് ചെയ്യുന്ന ഇവരെയാണോ തെരഞ്ഞെടുപ്പിൽ ജയിപ്പിച്ചുകൊണ്ട് ഗുണ്ടാ സംഘത്തെയാണോ അങ്ങോട്ട് കടത്തിവിടേണ്ടത്? ഒരു ചോദ്യം കൂടി. ഈ LDF-ന്റെ സ്ഥാനാർത്ഥി ഇപ്പൊ ഒരു ദേശീയ നേതാവാണല്ലോ. അപ്പൊ ഈ ദേശീയ നേതാവ് വയനാട്ടിലേക്ക് കടന്നു വന്നത് BJP-ക്കെതിരെ മത്സരിക്കാൻ വേണ്ടിയിട്ടാണ്. രാഹുൽ ഗാന്ധി വന്നതോ? ഈ രാഹുൽ ഗാന്ധിയുടെ സിറ്റിംഗ് സീറ്റിൽ തന്നെ മത്സരിക്കണമെന്ന് CPM-ന് ഇങ്ങനെ നിർബന്ധം ഉണ്ടെങ്കിൽ അത് BJP-യെ സഹായിക്കാനാണോ? ഒരു ചോദ്യം കൂടി, ഒറ്റ ചോദ്യം കൂടി ചോദിച്ചോ. BJP-ക്കാരനാണെന്ന് തോന്നുന്നു, പറഞ്ഞോളൂ. അതായത് 65 ഇയേഴ്സിന് മേലെയായി ഭാരതം ഭരിക്കുന്നത്. അതായത് CPM-ഉം കോൺഗ്രസ് ആണ്. അതിന്റെ പുറമെ കേരളം ഭരിച്ചത് മാറി 65 വർഷമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസും CPM ആണ്. അപ്പൊ അങ്ങനെയെങ്കിൽ ഇത്രയും കാലം നടന്നിരുന്ന ഇവിടെ ഭരിച്ചിരുന്ന ഈ കേരളത്തിലെ ജനതയെ മാറി ഭരിച്ചിരുന്ന ഒരു വന്യമൃഗങ്ങളിൽ സംരക്ഷിക്കാൻ ഈ 2 പ്രതിനിധികൾക്ക്, ഈ ഭരണകക്ഷികൾക്ക് ആവില്ലേ? എല്ലാ ചോദ്യങ്ങൾക്കുള്ള മറുപടി ആദ്യം പ്രസക്തമായ ചോദ്യത്തിന് പെർഫോമൻസിൽ നിന്നാണ് തുടങ്ങിയത്. മെഡിക്കൽ കോളേജിലേക്ക് അധികം പോകരുത്. നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തു. മെഡിക്കൽ കോളേജിലേക്ക് പോകണമെന്നാണ് അവർ പറയുന്നത്. അല്ല, നമുക്ക് അതിലേക്ക് പോകാൻ കഴിയില്ല. പൂക്കോടക്കം സിദ്ധാർത്ഥ വിഷയമടക്കമുണ്ട്. ഞാൻ പറയുന്നു സിറ്റിംഗ് MP-യുടെ പറയാ സമയമുണ്ടല്ല. ഈ MP-യുടെ പെർഫോമൻസ് 51% ആചരണം ഞാൻ അതിൽ തർക്കത്തിനില്ല. ഞാൻ തുടക്കത്തിലേ പറയുന്നു 51% നെറ്റിൽ നോക്കിയാൽ നിങ്ങൾക്കും കിട്ടും, എനിക്കും കിട്ടും, ഇല്ലേ? MP എന്ന് പറയുന്ന രാഹുൽ ഗാന്ധി ഈ ജില്ലയിലേക്ക് മത്സരിക്കാൻ വരുമ്പോൾ തന്നെ നമുക്കറിയാം അദ്ദേഹത്തിന്റെ ഒരു പൊളിറ്റിക്കൽ സിനാരിയോ എന്താ എന്നുള്ളതും. ഈ രാജ്യത്ത് ഇവിടെ എത്ര CPM-കാര് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നടന്ന് ഇവിടെ BJP എതിർത്തിട്ടുണ്ട്. നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കിയിട്ട് ചോദ്യം ചോദിച്ച 2 പേരാണ് പുറത്തു വന്നത്. 2 പേരെയാണ് നരേന്ദ്രമോദി ED-യുടെ മുന്നിൽ കൊണ്ട്. ഒന്ന് മെഹുവ മൈത്രയാണ് പുറത്തുപോയി, ഒന്ന് നരേന്ദ്രമോദിയാണ്. ഒന്ന് നരേന്ദ്രമോദിക്ക് ചോദ്യം രാഹുൽ ഗാന്ധിയാണ്.
RSSനെതിരെയും BJPക്കെതിരെയും പോരാടുന്ന സമയത്ത് ഒരു ദേശീയ നേതാവ് എന്ന നിലയിൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ പ്രദേശങ്ങളിലും ആ പോകുന്ന സ്ഥലത്തൊക്കെ ഒരു പ്രത്യേകത കൂടി ഉണ്ട് സഹോദര. ഞങ്ങൾ പറയട്ടെ, ബീഹാറിൽ നരേന്ദ്രമോദി എതിരെ RSSനെതിരെ നടത്തുന്ന പരിപാടിയിൽ ഞങ്ങൾ പ്രസംഗിച്ചു കഴിഞ്ഞ് 4ാമത് പ്രസംഗിക്കുന്ന ആളുടെ പേര് സീതാറാം യെച്ചൂരി എന്നാണ്. ഒരുമിച്ചാണ് പൊരുത്തുന്നത്. അതിന് നേതൃത്വം രാഹുൽ ഗാന്ധി കൊടുക്കുമ്പോ ഇന്ത്യൻ പാർലമെന്റ്. പിന്നെ പക്ഷേ ഒറ്റ ചോദ്യം, വയനാട്ടിൽ രാഹുൽ ഗാന്ധി വന്നത് ആരെ എതിരിടാനാണ്? 4 മാസം വയനാട്ടിൽ രാഹുൽ ഗാന്ധി വന്ന് എതിരിടുന്നത് ആരെയാണ്? വയനാട്ടിൽ രാഹുൽ ഗാന്ധി എതിരിടുന്നത് ആരെയാണ്? ഇനിയും സ്ഥാനാർത്ഥിയെ ഇന്ത്യ മുന്നണി എന്ന നിലയിൽ 2 സംസ്ഥാനത്ത് പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും നേർക്കുനേരാണ്. CPM-ഉം കോൺഗ്രസും തമ്മിലുള്ള മത്സരത്തെ കുറിച്ചേ അല്ല ചോദിക്കുന്നത്. ദേശീയ നേതാവായ രാഹുൽ ഗാന്ധി നരേന്ദ്രമോദി എതിർക്കാൻ മണിപ്പൂർ മുതൽ ഗുജറാത്ത് വരെയും കന്യാകുമാരി മുതൽ കാശ്മീർ വരെയും സഞ്ചരിക്കുന്ന രാഹുൽ ഗാന്ധി വയനാട്ടിൽ ആനി രാജയെ നേരിടണോ? ഇവിടെ മത്സരിച്ചത് കൊണ്ട് എന്താണ് കുഴപ്പം? ഇവിടെ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നുണ്ട്, എന്താണ് കുഴപ്പം? അതിലെ 51% അറ്റൻഡൻസ് ഒരു കുഴപ്പം. രണ്ടാമത്തത്, ദേശീയ നേതാവ് എന്ന നിലയിൽ ഇങ്ങ് തെക്കേയറ്റത്തെ മണ്ഡലത്തിലേക്ക് വരേണ്ടി വരുന്നു. അദ്ദേഹം ഈ മണ്ഡലത്തിലെ വോട്ടറല്ല, അദ്ദേഹത്തിന് ഇവിടുത്തെ ഭാഷ അറിയില്ല. ശരി, ഇതൊക്കെ സമ്മതിച്ചു. എങ്കിൽ പോലും ഈ മണ്ഡലത്തിലെ കാര്യങ്ങൾ നോക്കാൻ MP-ക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ആരോപണം. ഞാൻ പറയുന്നത് പറയട്ടെ. ഇവിടെ ജിതിൻ, എനിക്കറിയാം ICU ആംബുലൻസ് അനുവദിക്കുന്നതല്ല MP-യുടെ വലിയ പണി, അതൊരു കൗൺസിലർക്കും അനുവദിക്കാന്ന് പറഞ്ഞു. അല്ല പറയാ അതുണ്ട്. അതാ പറയുന്നത്, ആദ്യം അനുവദിച്ചത് MP-യാണ്. MP ആണ് ആദ്യമായിട്ട് ICU ആംബുലൻസ് മെഡിക്കൽ കോളേജ് തരുന്നു. പിന്നെ ആരാ തരുന്നത്? ഗോയാർക്കാളു. പിന്നെ 1 കോടി രൂപ 1 കോടി രൂപ കോവിഡ് സമയത്ത് അവിടെ ഓക്സിജൻ പ്ലാന്റ് സ്ഥാപിച്ചാരറിയോ? രാഹുൽ ഗാന്ധി MP മെഡിക്കൽ കോളേജ്. രാത്രികാല ഗതാഗത നിരോധനത്തെ കുറിച്ച് രാഹുൽ ഗാന്ധിയുടെ നിലപാട്, കർണാടകയിൽ കോൺഗ്രസ് വന്നുകൊണ്ടുള്ള മാറ്റം എന്താണെന്ന് ചോദിച്ചു. രാത്രികാല ഗതാഗത നിരോധനത്തിന് ബന്ധമായി ഈ രാത്രികാല നിരോധനത്തിന് പകരമായി മാനന്തവാടി മൈസൂർ റെയിൽവേ വേണമെന്ന് പറഞ്ഞ് ഈ റോഡ് പൂട്ടാൻ കാരണക്കാരനായി അഫിഡവിറ്റ് കൊടുത്ത ആളുടെ പേര് ഇപ്പോഴത്തെ വനം വകുപ്പിന്റെ മേധാവി കൂടിയായ അന്നത്തെ ജ്യോതിലാൽ എന്ന് പറയുന്ന ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി, അന്നത്തെ മുഖ്യമന്ത്രി പിണറായി. രണ്ട് ചോദ്യങ്ങൾ, അതിലൊരു ചോദ്യം ഇതാണ്. സിദ്ധാർത്ഥൻ, പൂക്കോടുള്ള സിദ്ധാർത്ഥന്റെ വീട്ടിലേക്ക് ഇതുവരെയും മന്ത്രിമാർ പോകാത്തത് എന്തുകൊണ്ട്? ഈ അഫിഡവിറ്റ് തെറ്റാന്നാണ് അവർ പറയുന്നത്. ഈ അഫിഡവിറ്റ് നിങ്ങൾ സമരം ഒരു കൃത്യമായ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പാണല്ലോ. എന്തുകൊണ്ട് കേരളത്തിൽ ഇടതുപക്ഷം ജയിക്കണം എന്നത് വളരെ പ്രധാനമാണ്. അല്ല, അതിന് കാരണം എന്താന്ന് വെച്ചാൽ ഇന്ത്യയിലെ BJP-യെ തോൽപ്പിക്കാൻ കോൺഗ്രസും അനിവാര്യമാണ്. പക്ഷെ കോൺഗ്രസിന് BJP-യെ തോൽപ്പിക്കാൻ കേരളത്തിൽ വന്ന് രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടതില്ല എന്നാണ് ഞങ്ങളുടെ നിലപാട്. ആ കോൺഗ്രസിന്റെ MP-മാർ ജയിച്ചു വന്നാലും അവർ ഉറച്ച നിലപാട് സ്വീകരിക്കാൻ കഴിയണം. അത് ഇന്ന് കഴിയണമെങ്കിൽ ഇടതുപക്ഷത്തിന്റെ കരുത്തുണ്ടാവണം. അല്ല, അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഹിമാചൽ പ്രദേശില് കോൺഗ്രസിന്റെ നേതാവായ സിംഗ്വി രാജ്യസഭയിലേക്ക് മത്സരിച്ചിട്ട് 6 കോൺഗ്രസ് MLA-മാർ BJP-ക്ക് വോട്ട് ചെയ്തു. ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥി സിംഗ്വിയെ തോൽപ്പിച്ചത് അദ്ദേഹത്തോടൊപ്പം രാത്രി ഭക്ഷണം കഴിച്ച് രാവിലെ ചായ കുടിച്ച 6 കോൺഗ്രസ് MLA-മാരാണെന്ന് അദ്ദേഹം തന്നെ. കോൺഗ്രസിന്റെ ജയിച്ചു വരുന്ന MP-മാരെ രാഷ്ട്രീയമായി ഉറപ്പിച്ചു നിർത്താൻ കഴിയണമെങ്കിൽ ഇന്ത്യയിൽ ഇടതുപക്ഷത്തിന്റെ കോൺഗ്രസിൽ നിന്ന് ജയിക്കാൻ ആളുണ്ട്. ഒറ്റ മിനിറ്റ് സദാനന്ദൻ, പറഞ്ഞോ. അല്ല, ഇവിടെ ഈ 2 പാർട്ടികളും BJP-യെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇത് INDA മുന്നണിയാണല്ലോ. അതെ, ആ INDA മുന്നണിയിൽ ഒരു സ്ഥാനാർത്ഥി മതി എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. 2 പേരും മത്സരിക്കേണ്ട കാര്യമൊന്നുമില്ല കേരളത്തിൽ. പക്ഷെ ഇതൊക്കെ ആണെങ്കിലും BJP ഇതൊന്നും ഭയപ്പെടുന്നില്ല എന്നുള്ളതാണ് വേറെ സത്യം. അതിന് കാരണം നാടിലെ ജനങ്ങൾക്ക് വേണ്ടി
10 വർഷം തുടർച്ചയായി ഭരിച്ചിട്ടുള്ള ഒരു ഗവൺമെന്റ് ആണ് വീണ്ടും ജനവിധി തേടുന്നത്. ഒരുപാട് കാര്യങ്ങൾ പെട്രോൾ ഡീസൽ വില കൂട്ടി. പറഞ്ഞുതരാം. പെട്രോൾ ഡീസൽ വില കൂട്ടി. നിങ്ങള് നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. എന്താ സാമൂഹ്യ പെൻഷൻ കേരളത്തിൽ നിന്ന് പോയിട്ട് 7 മാസമായി. അതിനുവേണ്ടി പെട്രോളിനും ഡീസലിനും 2 രൂപ സെൻസസ് ഏർപ്പെടുത്തിയ പാർട്ടിയാണ് ഇടതുപക്ഷം. എവിടെയാ പൈസ? എന്തുകൊണ്ട് പെൻഷൻ കൊടുക്കുന്നില്ല? ഇത് ചിന്തിക്കണ്ടേ? ഒന്നും വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല. ഏത് സംസ്ഥാനത്താണ് പെൻഷൻ കൊടുക്കുന്നത്? BJP ഭരിക്കുന്ന ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ 1200 രൂപ കൊടുക്കുന്നുണ്ടോ? എവിടെയെങ്കിലും കൊടുക്കുന്നുണ്ടോ? അല്ല, 1200 കൊടുക്കുന്നില്ല. കൊടുക്കുന്നുണ്ട്. കുടിശ്ശിക ആയതല്ലേ ഉള്ളൂ. ഒരു ക്രിയാത്മകമായ മിസ്മാനേജ്മെന്റ് നടക്കുന്ന ഒരു ഗവൺമെന്റ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റിയില്ലാതെ കേന്ദ്രത്തിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് ചെയ്യേണ്ടതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും വയനാട് നിന്നും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് അഗ്നിപരീക്ഷയാകുമോ എന്നതായിരുന്നു ചോദ്യം. ഇതിൽ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി വീണ്ടും പാർലമെന്റിൽ എത്തണം എന്നതാണ് കോൺഗ്രസ് വിശദീകരിച്ചത്. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തിലെ പെർഫോമൻസ് ആണ് വോട്ടർമാർ ചോദിക്കുന്നത്. ഉത്തരം പറയേണ്ടതും വിധി എഴുതേണ്ടതും വോട്ടർമാരാണ്. നാളെ നമ്മൾ വയനാട്ടിലെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ കൂടി ചർച്ചയ്ക്കെടുക്കും. പുൽപ്പള്ളിയിൽ വെച്ചാണ് നാളെ കുരുക്ഷേത്രം തത്സമയം. വീണ്ടും കണ്ടുമുട്ടാം നാളെ വൈകുന്നേരം 6:30 കുരുക്ഷേത്രം തത്സമയം. ഗുഡ് നൈറ്റ്. താങ്ക് യു.